അവർക്ക് ട്രേഡാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അവർ മിഷണറിമാർ ഇന്ത്യയിലേക്ക് വരുന്നതിനെ അവർ ഒരിക്കലും അനുകൂലിച്ചിരുന്നില്ല. അവിടെ ക്രൈസ്തവരെ കാണാനായിട്ട് ഇടയായിത്തീർന്നു. ആ ക്രൈസ്തവരുടെ കൈവശം മത്തായിയുടെ സുവിശേഷം, എബ്രായ ഭാഷയിലുള്ള മത്തായിയുടെ സുവിശേഷം അന്ന് തോമസ് അപ്പോസ്തലൻ വന്ന കാലം. എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് യാഥാർത്ഥ്യങ്ങളെ നിഷേധിക്കുന്നത്? നല്ല ചരിത്രകാരന്മാരും അതിനെ നിഷേധിക്കുന്നില്ല. ഹരിജൻ, അവർക്ക് നൽകിയിരിക്കുന്ന പേരാണ് ഹരിജൻ. ഈ പേര് ഹരിജൻ എന്നൊക്കെ ഇട്ട് വിളിക്കുമെങ്കിലും നമുക്കറിയാം അതൊരു തട്ടിപ്പാണ്. അത്തരത്തിലുള്ളൊരു മനോഭാവം ഈ പേരിട്ട ആളുകളൊന്നും അവരോട് പുലർത്തിയിരുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. പ്രൈസ് ദി ലോർഡ് ആൻഡ് ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, ബഹുമാനപ്പെട്ട സുവിശേഷകന്മാർ, സുവിശേഷൻ ജോമോൻ, അതുപോലെ സന്നിധരായിരിക്കുന്ന മറ്റ് സുവിശേഷകർ, ബഹുമാനപ്പെട്ട ഡോക്ടർ ബാബു കെ വർഗീസ്, മറ്റ് സാക്ഷിയുടെ സഹപ്രവർത്തകരും, ഇവിടെ സന്നിധരായിരിക്കുന്ന നിങ്ങളോരോരുത്തർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. മലബാറിൻ്റെ വളർച്ചയിൽ മിഷണറിമാർ വഹിച്ച പങ്ക് എന്നുള്ളതാണ് എൻ്റെ വിഷയം. മലബാറിലെ മിഷണറി പ്രവർത്തനം. ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഇന്ത്യയിലെ ക്രിസ്തീയ പശ്ചാത്തലത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാനിതിനെ ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ക്രിസ്ത്യാനിത്വം ആരംഭിച്ചത് എപ്പോഴാണ്? നമുക്കെല്ലാവർക്കും അറിയാം, തോമസ് അപ്പോസ്തലനാണ് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചത് എന്ന്. അങ്ങനെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? സെൻറ്റ് തോമസ് അപ്പോസ്തലനാണ് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചത് എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഓക്കെ. തോമസ് അപ്പോസ്തലൻ കേരളത്തിൽ വന്നു എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഓക്കെ, നമുക്കൊന്ന് ഇൻട്രാക്ട് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, രണ്ട് പൊതുവായ അഭിപ്രായധാരകൾ അതിനെ സംബന്ധിച്ചുണ്ട്. ഒന്ന്, ക്രിസ്ത്യാനിത്വം ആരംഭിക്കുന്നത് AD 52 സെൻറ്റ് തോമസ് അപ്പോസ്തലൻ ഇന്ത്യയിൽ വന്നു എന്നുള്ള ഒരു കാര്യം. രണ്ടാമതായിട്ട് 300 AD ശേഷം ജ്ഞാനായി തൊമ്മൻ, അതുപോലെയുള്ള സിറിയയിൽ നിന്നുള്ള കച്ചവടക്കാർ കേരളത്തിലേക്ക് വരികയും അവരോടൊപ്പം മറ്റ് മിഷണറി വരന്മാരും ക്രൈസ്തവരും ഇന്ത്യയിൽ വന്ന് അങ്ങനെ ഒരു ലൈൻ ആരംഭിച്ചു എന്നുള്ള രണ്ട് അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാരുടെ ഇടയിലുള്ളത്. ഒരു കാര്യം വ്യക്തമാണ്, സെൻറ്റ് തോമസ് ഇന്ത്യയിൽ വന്നു എന്നുള്ള കാര്യത്തിന് രണ്ട് പക്ഷമില്ല. വന്ന സ്ഥലം പാർത്തിയ എന്ന ഒരു സ്ഥലത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്. ഗോണ്ടാന ഫെറാനസ് എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ അടുത്ത് എത്തിയതായിട്ടാണ് രേഖകൾ ഞാൻ ഇപ്പോൾ കാണിക്കാം. അപ്പോൾ ആ വിധത്തിൽ രണ്ട് വിധമായിട്ടുള്ള അഭിപ്രായഗതികളുണ്ട്. ഇതിനകത്ത് നമ്മുടെ സെക്യുലറായിട്ടുള്ള ഹിസ്റ്റോറിയൻസിൻ്റെ ഇടയിൽ ഒരു വിഭിന്ന അഭിപ്രായമുള്ളതിന് കാരണം, അപ്പോസ്തലൻ വന്ന സമയത്ത് ബ്രാഹ്മണ കുടുംബത്തിലെ 7 ബ്രാഹ്മണ കുടുംബത്തിലെ അംഗങ്ങളെ, 7ആണോ 5ആണോ കുടുംബത്തിലെ അംഗങ്ങളെ സ്നാനപ്പെടുത്തി ക്രൈസ്തവരാക്കി എന്നൊരു വാദമാണ് മുന്നിൽ വയ്ക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള സെക്യുലർ ഹിസ്റ്റോറിയൻസ് പറയുന്നത് ആ സമയത്ത് നമ്പൂതിരിമാർ കേരളത്തിലുണ്ടായിരുന്നില്ല. 8-ാം നൂറ്റാണ്ട് കൂടിയാണ് കേരളത്തിലേക്ക് നമ്പൂതിരിമാർ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവർ അങ്ങനെ ഒരു സ്നാനം ഇവിടെ നടക്കുക? അങ്ങനെ ഒരു ഒബ്ജക്ഷനെ പ്രതിയാണ് തർക്കമുള്ളത്. എന്തായാലും തർക്കം അവിടെ നിൽക്കട്ടെ. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, തോമസ് അപ്പോസ്തലനും ബർത്തലോമിയ
കർത്താവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ ബർത്തലോമിയും ഇന്ത്യയിൽ വന്നു എന്നുള്ളത് നിസ്തർക്കമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ ചിന്തിച്ചാൽ ഇങ്ങനെ മനസ്സിലാക്കാം. ഇന്ത്യയെക്കുറിച്ച് ബൈബിളിനകത്ത് 2 പ്രാവശ്യം റെഫർ ചെയ്തിട്ടുണ്ട് അല്ലേ? നമുക്കറിയാം. എസ്തേറിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യവും 8-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഹിന്ദു ദേശം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം സിന്ധു നദി തടത്തിലാണ് സിവിലൈസേഷൻസ്, പഴയ സിവിലൈസേഷൻസ് എല്ലാം രൂപപ്പെട്ടു വരുന്നത് ആ നദീതടങ്ങളിലാണെന്ന് നമുക്കറിയാം. അപ്പോൾ സിന്ധുവും അതിൻ്റെ ട്രിബ്യൂട്ടറീസും പോഷക നദികളും ആ പോഷക നദികളുടെ അവിടെ വലിയൊരു സംസ്കാരം രൂപപ്പെടാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ആ സിന്ധു എന്നുള്ളത് വരാനുള്ള കാരണം പേർഷ്യക്കാർ, നമുക്കറിയാം AD 600 കാലഘട്ടത്തിൽ 700 BC കാലഘട്ടത്തിൽ പേർഷ്യക്കാരുമായിട്ട് ഇന്ത്യയിൽ നല്ല ബന്ധമുണ്ടായിരുന്നു. അതിനു മുമ്പ് തന്നെ ആദ്യത്തെ റെഫറൻസ് നമുക്ക് ബൈബിളിൽ അറിയാം. ശലോമോൻ്റെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എലാത്ത് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ഏറ്റവും അടിഭാഗത്തെ എലാത്ത് എന്ന് പറയുന്ന അവിടെ നിന്ന് കപ്പലുകൾ, ഹീരാമിൻ്റെ കപ്പലുകൾ അടുക്കുന്ന സ്ഥലമായിരുന്നു ഇസ്രായേലിൻ്റെ ഏറ്റവും കീഴ്ഭാഗത്തുള്ള സ്ഥലം. അപ്പോൾ അവിടെ നിന്നുള്ള കപ്പലുകളിൽ ആനക്കൊമ്പ്, മയില്, അതുപോലെ തന്നെ കൊരങ്ങൻ, കബി ഒരു സംസ്കൃത വാക്കാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം പുരാതന കാലത്ത് തന്നെ, ശലോമോൻ്റെ കാലഘട്ടത്തിൽ തന്നെ സജീവമായിരുന്നു എന്നുള്ള കാര്യത്തിന് ബൈബിൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. 2 രാജാക്കന്മാർ 10-14, 22, 2 രാജാക്കന്മാർ 9-29. അവിടെ പ്രതിപാദിക്കുന്ന സ്ഥലം ഒഫീർ എന്ന് പറയുന്ന ആ വാക്ക് നമ്മുടെ കേരളത്തിലെ പൂവാർ എന്ന സ്ഥലം, നമുക്കറിയാം വിഴിഞ്ഞം പോർട്ടിൻ്റെ സമീപത്ത് തന്നെ ഇപ്പോൾ ഒരു പുതിയ പോർട്ട് കപ്പൽശാല ഉണ്ടാക്കാനായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് പൂവാർ. ആ പൂവാർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ ഓഫീർ എന്നാണ് കുറേ ആളുകൾ അഭിപ്രായപ്പെടുന്നത്. വിവിധ അഭിപ്രായങ്ങളുണ്ട്, എങ്കിലും അങ്ങനെ ഒരു അഭിപ്രായം അതിനെ സംബന്ധിച്ച് നിലവിലുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ശലോമോൻ്റെ കാലം മുതൽ ഇന്ത്യ കച്ചവട ബന്ധവും, അതുപോലെ തന്നെ മറ്റൊരു കാര്യം, യഹൂദന്മാർ ഇന്ത്യയിലേക്ക് എപ്പോഴാണ് വന്നത്? യഹൂദന്മാർ ഏത് കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ കാലുകുത്തിയത്? നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് യഹൂദന്മാർ 1-ാം നൂറ്റാണ്ടിലാണ് കൊച്ചിയിലും പറവൂരും ബോംബെയിലേക്കുമായിട്ട് വന്നതെന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ എസ്തേറിൻ്റെ പുസ്തകത്തിൽ അതിനെ സംബന്ധിച്ച് ഒരു പരാമർശമുണ്ട്. 127 സംസ്ഥാനങ്ങൾ പേർഷ്യൻ രാജാവിൻ്റെ, നെബൂഖദ്നേസറിൻ്റെ മെഡോ പേർഷ്യൻ രാജാവിൻ്റെ സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യയും. ഹിന്ദു ദേശം എന്നുള്ള പരാമർശം വരുന്നതാണ്. അപ്പോൾ ഈ ദേശങ്ങളിലെല്ലാം ചിതറിക്കിടക്കുന്ന യഹൂദന്മാർ എന്നൊരു പ്രയോഗം അവിടെ ഉണ്ട്. ഈ ദേശങ്ങളിലെല്ലാം യഹൂദന്മാർ ചിതറിക്കിടക്കുന്നു. അതുകൊണ്ട് അന്നത്തെ അഞ്ചലോട്ടക്കാർ ഈ സന്ദേശം, ഈ രാജാവിൻ്റെ സന്ദേശം 127 സംസ്ഥാനങ്ങളിലും പ്രഖ്യാപിക്കണമെന്നാണ് രാജാവ് ഓർഡർ ഇറക്കിയത്. അപ്പോൾ 600-700 മുതൽ അവരുടെ പ്രവാസം ആരംഭിക്കുകയാണ്, ഇസ്രായേലിൻ്റെ പ്രവാസം. അപ്പോൾ അങ്ങനെ പ്രവാസത്തിൽ തീർച്ചയായിട്ടും ഭാരതത്തിലും എത്തിച്ചേരാനായിട്ടുള്ള സാധ്യത നമുക്ക് അവഗണിക്കാനാവത്തില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ യഹൂദന്മാരുടെ വേരുകൾ ഇവിടെ ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പോൾ നമുക്കറിയാം മണിപ്പൂരിലെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അവരുടെ പേര് ഞാൻ മറന്നുപോയി, എന്തെന്നാ, കുക്കി. അവരുടെ വേരുകൾ, അവർ ഇസ്രായേലിയരാണ്, യഹൂദരാണ്. അങ്ങനെ പല പീപ്പിൾ ഗ്രൂപ്പ്സും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കച്ചവടത്തിലെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു മുസിരീസ് എന്ന് പറയുന്ന സ്ഥലം. നമുക്കറിയാം, അത് കൊടുങ്ങല്ലൂരാണ്, ക്രാങ്കന്നൂർ എന്നറിയപ്പെടുന്ന മുസിരീസ് കൊച്ചിക്ക് തൊട്ട് മുമ്പുള്ള സ്ഥലമാണ്. അന്ന് കൊച്ചി സജീവമായിരുന്നില്ല. എന്നാൽ ഒരു വെള്ളപ്പൊക്കത്തിലാണ് ഈ മുസിരീസ് തുറമുഖം നശിപ്പിക്കുകയും അതിൻ്റെ അടുത്തേക്കുള്ള കൊച്ചിയിൽ ഒരു അഴി രൂപപ്പെട്ട് അങ്ങോട്ടൊരു എൻട്രൻസ് ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ ആദ്യകാലത്ത് കൊടുങ്ങല്ലൂരായിരുന്നു നമ്മുടെ ശ്രീ അനിൽകുമാർ അയ്യപ്പൻ ബ്രദറിൻ്റെ സ്ഥലമാണത്. അപ്പോൾ അവിടെയായിരുന്നു
ഈ മുസ്രീസിനെ കുറിച്ചുള്ള പരാമർശം പ്ലിനി ദ എൽഡർ എന്ന് പറയുന്ന റോമൻ ചരിത്രകാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം അത് വളരെ പഴയ കാലഘട്ടത്തിൽ തന്നെ. അതുപോലെ തന്നെ സ്ട്രാബോ എന്ന് പറയുന്ന റോമൻ വക്താവും ഇന്ത്യയുമായിട്ടുള്ള റോമൻ ബന്ധത്തെക്കുറിച്ചൊക്കെ ഉള്ള രേഖകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യയിലേക്കൊരു ട്രേഡ് റൂട്ട് വളരെ പുരാതന കാലം മുതൽ തന്നെ എല്ലാവർക്കും വളരെ സുവിദിതമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഇന്ത്യയിലേക്ക് ഈ അപ്പോസ്തലന്മാർക്ക് വരാനായിട്ടുള്ള, നമുക്കറിയാം നമ്മൾ അപ്പോസ്തലന്മാരുടെ നടപടികൾ, അപ്പോസ്തലന്മാരുടെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ ഒക്കെ വായിക്കുമ്പോൾ അവർ യഹൂദന്മാരുടെ ഇടയിലാണ് ആദ്യം ചെന്നിരുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ യഹൂദന്മാർ ഇന്ത്യയിലെ പല ഭാഗത്തും ഉണ്ടായിരുന്നതുകൊണ്ട്, അതുപോലെ തുറമുഖ പട്ടണങ്ങളുമായിട്ടുള്ള ട്രേഡ് വളരെ സജീവമായിരുന്നുകൊണ്ട് അവർക്ക് ഇന്ത്യയിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളത് വ്യക്തമാണ്. ഇനി അങ്ങനെ പറയുന്ന പരാമർശങ്ങളടങ്ങുന്ന ചില പുരാതന രേഖകളാണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം. ഇതിന് തെളിവ്, ഈ പറയുന്ന കാര്യങ്ങളിൽ വസ്തുനിഷ്ഠമാണോ, അതിനുള്ള തെളിവുകളാണ് കാണിക്കുന്നത്. ഒന്നാമതായിട്ട് ആക്ട്സ് ഓഫ് തോമസ്. ഇതൊരു അപ്പോക്രിഫ ഗ്രന്ഥമാണ്. 180 AD 230 AD ഇടയിൽ രേഖപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ്. അതിൻ്റെ സിറിയക് ഭാഷയിൽ, സുറിയാനി ഭാഷയിലാണ് അത് യഥാർത്ഥത്തിൽ എഴുതപ്പെട്ടത്. പിന്നീട് അത് ഗ്രീക്കിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടു. 180 230 AD ആക്ട് ഓഫ് തോമസ്, തോമസിൻ്റെ നടപടികൾ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ബർദസനീസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിൻ്റെ ഓതർ, അതിൻ്റെ എഴുത്തുകാരൻ. അതിൽ കുറച്ച് ലെജൻസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, കുറച്ച് ലെജൻസ് ഉണ്ട്. എങ്കിലും ധാരാളം ചരിത്ര വസ്തുതകൾ ആ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖയിൽ യെരുശലേമിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിൽ പ്രവർത്തിച്ച സെൻറ്റ് തോമസിൻ്റെ കാര്യവും തോമസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെരുശലേമിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിൽ അദ്ദേഹം രക്തസാക്ഷിത്വം വഹിച്ചു എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ ഞാൻ അതിൻ്റെ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ അത് എഡ്ഗർ ഹെനക്ക് എന്ന് പറയുന്ന വ്യക്തി, വോളിയം 2 പേജസ് 44-45. ഓക്കെ, ആർക്കും പോയിട്ട് ഈ പുസ്തകം പരിശോധിക്കുക. അതിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടി പറയാം. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 1-ാം ഖണ്ഡികയിൽ, അപ്പോസ്തലന്മാരായ ഞങ്ങൾ എല്ലാവരും ആ സമയത്ത് യെരുശലേമിൽ കൂടിയിരിക്കുമ്പോൾ പത്രോസ് എന്ന് വിളിക്കപ്പെട്ട ശിമോനും അവൻ്റെ സഹോദരനായ അന്ത്രയോസും സെബെദയുടെ പുത്രനായ യാക്കോബും അവൻ്റെ സഹോദരൻ യോഹന്നാൻ, ഫിലിപ്പോസും ബർത്തലോമായി, തോമസ്, പിരിവുകാരൻ മത്തായി, അൽഫായുടെ മകൻ യാക്കോബ്, കനാന്യനായ ശിമയോൻ, യാക്കോബിൻ്റെ സഹോദരനായ യൂദയും ചേർന്ന് ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ വിഭാഗിച്ച് ഓരോരുത്തരും ചീട്ടിടുകയും ചീട്ട് വീഴുന്നതനുസരിച്ച് അതത് പ്രദേശങ്ങളിലേക്ക് പോകുവാനും തീരുമാനിച്ചു. ഇന്ത്യയിലേക്ക് പോകുവാൻ തോമസിനാണ് ചീട്ട് വീണത്. എന്നാൽ തോമസിന് ഇന്ത്യയിലേക്ക് പോകാൻ ആഗ്രഹമില്ലാതിരുന്നുകൊണ്ട്, താൻ ശാരീരികമായി ക്ഷീണിതനായതുകൊണ്ട് യാത്ര ചെയ്യുവാൻ വിസമ്മതിക്കുകയും അദ്ദേഹം പറഞ്ഞു, ഞാനൊരു എബ്രായൻ എങ്ങനെയാണ് ഇന്ത്യക്കാരുടെ ഇടയിൽ പോയി ഈ സത്യം പ്രസ്താവിക്കുക? അങ്ങനെ അവൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നപ്പോൾ രാത്രിയിൽ രക്ഷിതാവ് അവന് പ്രത്യക്ഷനാവുകയും ഇപ്രകാരം അവനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട തോമസേ, നീ ഇന്ത്യയിലേക്ക് വചനം പോയി പ്രസംഗിക്കുക, എൻ്റെ കൃപ നിന്നോടുകൂടെ ഉണ്ടാവും. അവനിങ്ങനെ പ്രതിവചിച്ചു, നീ എന്നെ നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് എന്നെ അയച്ചോ, പക്ഷെ എന്നെ ഇന്ത്യക്കാരുടെ അടുത്തേക്ക് അയക്കരുതെന്ന് തോമസ് കർത്താവിനോട് പറഞ്ഞു. അടുത്ത 2-ാം ഖണ്ഡികയിൽ ഇങ്ങനെയാണ് പറയുന്നത്, അങ്ങനെ അവൻ ചിന്തിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നും വന്ന ഒരു കച്ചവടക്കാരൻ സാഹചര്യവശാൽ അവിടെ ആ സമയത്ത് അവൻ കാണാനായിട്ടിടയായി. അവൻ്റെ പേര് അബ്ബാൻ എന്നായിരുന്നു. ഗോണ്ടോ ഫറോസ് രാജാവ് കൊടുത്ത കൽപ്പന പ്രകാരം ഒരു തച്ചനെ വിലയ്ക്ക് വാങ്ങി തിരിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇദ്ദേഹം അബ്ബാസ് ഈ ഇസ്രായേലിൽ എത്തിയിരുന്നത്. പിറ്റേ ദിവസം
പ്രഭാതത്തിൽ അപ്പോസ്തലൻ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് ഇപ്രകാരം പറഞ്ഞു: കർത്താവേ യേശുവേ, നീ ഇച്ഛിക്കുന്നിടത്തേക്ക് ഞാൻ പോകാം, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. അങ്ങനെ അവൻ അബ്ബാസ് എന്ന കച്ചവടക്കാരനോടൊപ്പം നീങ്ങി. അങ്ങനെ അപ്പോസ്തലൻ അബ്ബാസോടുകൂടി ഇന്ത്യൻ പട്ടണത്തിലേക്ക് വന്നപ്പോൾ ഗോണ്ടോനാഫറസ് രാജാവിൻ്റെ അടുത്തെത്തുകയും വണങ്ങുകയും അതുപോലെ തന്നെ തച്ചനെ കൂട്ടിക്കൊണ്ട് ചെന്ന് വിവരം ഗോണ്ടോനാഫറസിനെ അറിയിക്കുകയും ചെയ്തു. അതിൻ്റെ 62-ാം ഖണ്ഡികയിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ തോമസ് അപ്പോസ്തലൻ ദൈവവചനം പ്രസംഗിച്ചു നടക്കുമ്പോൾ മസാദിയസ് എന്ന ഒരു രാജാവിൻ്റെ കപ്പിത്താൻ അവൻ്റെ അടുത്ത് വന്ന് ഇപ്രകാരം പറഞ്ഞു: നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു, നീ ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കുന്നില്ല, എന്നാൽ നിനക്കുള്ളത് അർഹതപ്പെട്ടവർക്ക് നൽകുന്നു. നീ സമ്മാനങ്ങൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഞാൻ ധാരാളം പണം നിനക്ക് നൽകുമായിരുന്നു. ഞാൻ നേരിട്ട് തന്നെ നിൻ്റെ അടുത്ത് വരികയില്ലായിരുന്നു. കാരണം ഇവിടുത്തെ രാജാവ് എന്നെ കൂടാതെ ഒരു തീരുമാനവും എടുക്കാറില്ല. ഞാൻ വളരെ ധനാഢ്യനും സ്വത്തുക്കളുള്ളവനും ഇന്ത്യക്കാരിൽ വെച്ച് ഒരു വലിയ പണക്കാരനുമാണ്. അപ്പോൾ ഈ ഖണ്ഡികളിലെല്ലാം ഇദ്ദേഹത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഈ പുസ്തകത്തിൽ ഇനിയും പല ഖണ്ഡികകളുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ തോമസ് അപ്പോസ്തലനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടത്. ഓർക്കണം, ഇത് 150-നും 230 BC-ക്കും ഇടയിലുള്ള ഒരു രേഖയാണ്. നെക്സ്റ്റ്, ഒറിജിൻ, സഭാപിതാവായ ഒറിജിൻ പറഞ്ഞിരിക്കുന്ന ഒരു രേഖയാണ്. പാർത്തിയയിൽ സെൻറ്റ് തോമസിൻ്റെ ദൗത്യത്തെക്കുറിച്ച് ഒറിജിൻ 265 AD-ക്കും 340 AD-ക്കും ഇടയിലുള്ള ഒരു രേഖയാണിത്. യൂസേബിയസ്, നമുക്കറിയാം യൂസേബിയസ് ആരാണ്? സഭാ ചരിത്രകാരനാണ്. സഭാ ചരിത്രകാരനായ യൂസേബിയസ് ഈ കാര്യം തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന അപ്പോസ്തലന്മാരെക്കുറിച്ചുള്ള ഒരു ഗണ്ണികയാണിത്. അതിനകത്ത് സെൻറ്റ് തോമസ് അപ്പോസ്തലൻ ഇന്ത്യയിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് യൂസേബിയസ് ഒറിജിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. ഒറിജിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 185 AD ആണ്. 185 AD 230. അപ്പോൾ 230 AD 185 AD കാലഘട്ടത്തിൽ ഒറിജിൻ പറഞ്ഞ കാര്യം സഭാചരിത്രകാരനായിട്ടുള്ള യൂസേബിയസ് തൻ്റെ സഭാചരിത്രത്തിൽ ആ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ റെഫറൻസ് എല്ലാം ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു രേഖ, ബസ്രയിലെ ബിഷപ്പായിരുന്ന ദൂതി ഇന്ത്യയിൽ വന്നതിനെക്കുറിച്ച് 295-300 AD കാലഘട്ടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു രേഖയാണ്. അതായത് ഇന്ത്യൻ സഭയും പേർഷ്യൻ സാമ്രാജ്യത്തിലെ സഭയുമായിട്ടുള്ള അടുത്ത സഹകരണം ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം 295-300 AD കാലഘട്ടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. റെഫറൻസുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ക്രോണിക്കിൾസ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ അത് കാണാനായിട്ട് സാധിക്കും. അടുത്ത നാലാമത്തെ രേഖ, പന്തേയസിൻ്റെ ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ച് യൂസേബിയസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു രേഖയാണ്. 303 AD-യിൽ ഇദ്ദേഹം ഇന്ത്യയിലേക്ക് പോവുകയും അവിടെ ചെന്നപ്പോൾ അവിടെ ക്രൈസ്തവരെ കാണാനായിട്ട് ഇടയായിത്തീർന്നു. ആ ക്രൈസ്തവരുടെ കൈവശം മത്തായിയുടെ സുവിശേഷം, എബ്രായ ഭാഷയിലുള്ള മത്തായിയുടെ സുവിശേഷം അന്ന് തോമസ് അപ്പോസ്തലൻ വന്ന കാലഘട്ടത്തിൽ അവർക്ക് കൈമാറിയതായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവരുടെ കൈവശം ആ പുസ്തകം കണ്ടു എന്നാണ് ഈ പന്തേയസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് 300 കാലഘട്ടത്തിൽ 303 AD-യിലുള്ള ഒരു രേഖയാണ്. മാത്രമല്ല ഈ പന്തേയസിൻ്റെ ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ച് സഭാപിതാവായ ജെറോം നമുക്കറിയാം, വൾഗാത്ത എന്ന ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്ത ലത്തീൻ ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്ത വ്യക്തിയാണ് ജെറോം. അപ്പോൾ ആ ജെറോം ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റോയിക് തത്വശാസ്ത്രത്തിലും വേദഗ്രന്ഥത്തിലും സെക്യുലർ സാഹിത്യത്തിലും നിപുണനായിരുന്നു ഈ പന്തേയസ് എന്ന് പറയുന്ന വ്യക്തി. അലക്സാണ്ട്രിയയിലെ ബിഷപ്പായ ഡെമെട്രിയസ് ഇന്ത്യയിലേക്ക് ഇദ്ദേഹത്തെ അയച്ചു. അവിടെ ചെന്നപ്പോൾ യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായ ബെർത്തലോമായി, നമുക്കറിയാം നമ്മൾ സെൻറ്റ് തോമസിൻ്റെ പാരമ്പര്യം മാത്രമാണ് ആളുകൾ പറയുന്നത്, എന്നാൽ കർത്താവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ ബെർത്തലോമായും ഇന്ത്യയിൽ വന്നു എന്നാണ് ഈ രേഖ പറയുന്നത്. അപ്പോൾ
മത്തായിയുടെ സുവിശേഷം അനുസരിച്ച് യേശുവിൻ്റെ വരവിനെക്കുറിച്ച് അവരോട് പ്രസംഗിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മത്തായിയുടെ സുവിശേഷം വളരെ പോപ്പുലറായിട്ട് ആ സമയത്ത് ഇന്ത്യക്കാരുടെ ഇടയിൽ, ഇവിടെ ക്രൈസ്തവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഈ രേഖകൾ തെളിയിക്കുന്നത്. മറ്റൊരു രേഖ എഫ്രൈമിൻ്റെ ഗീതങ്ങൾ, ഹിംസ് ഓഫ് എഫ്രൈം എന്ന് പറയുന്ന രേഖയാണ്. 306 373 ഇടയിലുള്ള അന്നത്തെ കാലത്തിലെ സഭയിലെ ഒരു പ്രസിദ്ധ ഹിംസ്, പാട്ടുകൾ എഴുതുന്ന ഒരു വ്യക്തിയായിരുന്നു, ഗീതങ്ങൾ രചിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇബ്രാഹിം ഒരു പ്രസിദ്ധനായ ക്രിസ്തീയ സഭയുടെ കവിയായിരുന്നു. ഇദ്ദേഹം 10 വർഷത്തോളം എദ്ദേസ എന്ന് പറഞ്ഞ പ്രദേശത്തിൽ ചെലവിട്ടു. ഈ എദ്ദേസയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എദ്ദേസ സിറിയയിലാണ്. തോമസ് അപ്പോസ്തലൻ നമുക്കറിയാം, സെൻറ്റ് തോമസ് മൗണ്ട്, ചെന്നൈയിൽ സെൻറ്റ് തോമസ് മൗണ്ട്, അവിടെ ആണ് രക്തസാക്ഷിത്വം വഹിച്ച് അവിടെയാണ് അടക്കപ്പെട്ടത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ റെലിക്സ്, ഭൗതിക അവശിഷ്ടങ്ങൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ സിറിയയിലെ എദ്ദേസ എന്ന സ്ഥലത്തേക്ക് അത് മാറ്റി എടുത്തുകൊണ്ട് പോയി അവിടെ അടക്കി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അദ്ദേഹം ചില ഗാനങ്ങൾ രചിച്ചതിൽ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ രേഖയാണത്. ഓക്കെ. മറ്റൊന്ന് നസിയൻസിലെ ഗ്രഗറി, അദ്ദേഹവും അപ്പോസ്തലത്വം സെൻറ്റ് തോമസിന് ഇന്ത്യയിലെ അപ്പോസ്തലത്വമാണ് കൊടുത്തതെന്ന് അദ്ദേഹം പ്രസ്താവിക്കുന്നു. AD 329 390 AD രേഖയാണ്, അതും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന് അക്വിലയിലെ റൂഫിനസ് ഇന്ത്യയിലെ ക്രിസ്ത്യാനിത്വത്തിൻ്റെ പ്രവേശനത്തെക്കുറിച്ച് 345 AD 410 AD ഇടയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെയും രേഖ അവിടെ തന്നിട്ടുണ്ട്. മറ്റൊന്ന് ടൂറിനിലെ ഗ്രഗറി, സെൻറ്റ് തോമസിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു. തോമസിൻ്റെ വിശുദ്ധ ഭൗതിക അവശിഷ്ടം കുറേ നാളുകൾക്ക് ശേഷം സിറിയയിലെ എദ്ദസയിലേക്ക് മാറ്റുകയും അവിടെ അടക്കുകയും ചെയ്തു. ഇന്ത്യയിലായിരുന്നു ആദ്യം ഇത് അടക്കം ചെയ്തിരുന്നത്. ആ സ്ഥലത്ത് വലിയൊരു ആശ്രമപ്പള്ളി സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെ സന്ദർശിച്ചപ്പോൾ തിയോഡർ എന്ന് പറഞ്ഞ വ്യക്തി ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചു എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു രേഖ കോസ്മോസ് ഇൻഡിക്കോ പുലിസ്റ്റസ്, അതൊരു സുറിയാനി ഇതാണ്. ഇന്ത്യയിലെ ക്രൈസ്തവരെക്കുറിച്ച് 547 AD രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു രേഖയാണ്. അദ്ദേഹം പറയുന്നത്, ഇദ്ദേഹം ഒരു നെസ്റ്റോറിയൻ ക്രിസ്ത്യാനിയായിരുന്നു. 525 കാലഘട്ടത്തിൽ ഇദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചു. 520 AD അദ്ദേഹം ഒരു പുസ്തകം രചിച്ചു, ഇന്ത്യൻ ടോപ്പോഗ്രഫി. ആ പുസ്തകത്തിലും അദ്ദേഹം പറയുന്ന കാര്യം, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ടെപ്പറോബെന എന്ന് വെച്ചാൽ ഇന്നത് ആധുനിക സിലോൺ, ശ്രീലങ്ക എന്ന ദ്വീപിൽ അവിടെ ഒരു ക്രിസ്ത്യാനികളുടെ പള്ളിയുണ്ട്, പട്ടക്കാരും വിശ്വാസികളുടെ സമൂഹമുണ്ട്. അതിനപ്പുറത്ത് അതിൻ്റെ ഉൾവശത്തങ്ങളിലേക്കുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ അദ്ദേഹം സവിശേഷമായ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാലെ എന്ന് പറയുന്നത് നമ്മുടെ മലബാറാണ്. മലബാറിനെ അന്ന് വിളിച്ചിരുന്ന പേരാണ് മാലെ. മലബാർ എന്ന രാജ്യത്ത് അവിടെ കുരുമുളക് വളരുകയും അവിടെയും അതുകൂടാതെ കല്ലിന എന്ന് പറഞ്ഞ പ്രദേശം നമ്മുടെ കൊയിലോണിൻ്റെ പഴയ നാമമാണ് കല്ലിന. ഈ 2 സ്ഥലത്തും ക്രിസ്തീയ പള്ളിയുണ്ട്. കൂടാതെ പേർഷ്യയിൽ നിന്ന് അയച്ച ബിഷപ്പുമാരും അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, 500 AD കാലഘട്ടത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുമ്പോൾ അതിനു മുമ്പ് തന്നെ ഇവിടെ മലബാറിലും ക്രൈസ്തവരുണ്ടായിരുന്നു എന്നുള്ള ഒരു പുരാതന രേഖ, AD 500 രേഖയാണ് ഈ രേഖ. അപ്പോൾ ഞാനൊരു 8-10 രേഖയാണ് ഇവിടെ പ്രദർശിപ്പിച്ചത്. ഇത് കൂടാണ്ട് കൂടുതൽ രേഖകളുണ്ട്. എന്നാൽ ദിസ് ഈസ് മോർ ദാൻ സഫിഷ്യൻറ്റ്. ഇത് തന്നെ അധികമാണ്. ഇന്ത്യയിൽ ക്രിസ്ത്യാനിത്വം പലരും ചിന്തിക്കുന്നത് 1498 വാസ്കോഡഗാമ കോഴിക്കോട് വന്ന ശേഷം പോർച്ചുഗീസുകാരുടെ വരവോടെ ആരംഭിക്കുന്നതെന്നൊക്കെ അങ്ങനെയും ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. എന്നാൽ തോമസ് അപ്പോസ്തലൻ്റെ കാലം മുതൽ ഇന്ത്യയിൽ ക്രൈസ്തവരുണ്ടായിരുന്നു എന്നുള്ള രേഖകൾ, ഇതൊക്കെ പല വിദേശത്തുള്ള ആളുകളുടെ രേഖകളാണ്. അപ്പോൾ നമ്മുടെ പല ചരിത്രകാരന്മാരും പറയുന്നത് ഇതിന് രേഖകളൊന്നുമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇത്രത്തോളം രേഖകളുണ്ട്, ഇതിലും കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് യാഥാർത്ഥ്യങ്ങളെ നിഷേധിക്കുന്നത്?
നല്ല ചരിത്രകാരന്മാരും അതിനെ നിഷേധിക്കുന്നില്ല. എന്നാൽ ഒരു സെക്ഷൻ ഓഫ് ഹിസ്റ്റോറിയൻസ് അതിനെ നിഷേധിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ചേതവികാരം എന്താണ്? എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിലെ ക്രൈസ്തവർക്ക് അത്രയൊന്നും പുരാതനത്വം ഇല്ല എന്നൊരു ചിന്ത ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിക്കാനും പരത്താനും, അതുകൊണ്ട് ഒരു നവീന ആളുകളാണ് ഇവർ ഇന്ത്യയിൽ യാതൊരു വേരും ഇല്ലാത്തവരാണ് എന്നുള്ളൊരു ചിന്ത പരത്താനുമായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം എന്നല്ലാതെ അതിനെക്കുറിച്ച് മറ്റൊന്നും പറയാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ പോർച്ചുഗീസുകാരുടെ വരവിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ അപ്പോസ്തലിക പാരമ്പര്യത്തിൽ തന്നെ തോമസ് അപ്പോസ്തലിൻ്റെയും ബർത്തലോമായിയുടെയും പാരമ്പര്യത്തിൽ ആണ് ഇന്ത്യയിൽ ക്രൈസ്തവ സഭ ആരംഭിച്ചതെന്നതിന് ഒരു തർക്കവുമില്ല. അപ്പോൾ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ഇന്ത്യയിൽ അലക്സാണ്ടർ വന്നതിന് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ രേഖപ്പെടുത്തിയ എന്ത് രേഖയാണുള്ളത്? നമുക്കറിയാം BC 300 കാലഘട്ടത്തിന് ശേഷമാണ് അലക്സാണ്ടറിൻ്റെ കാലഘട്ടം. അപ്പോൾ ഇന്ത്യയിലേക്ക് അദ്ദേഹം നമ്മുടെ പുരുഷോത്തമനുമായിട്ട് യുദ്ധം ചെയ്ത കാര്യം നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള രേഖകൾ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? നമുക്കറിയാം, അത് ഗ്രീക്ക് ഹിസ്റ്ററി പോയി പഠിക്കണം. ഗ്രീക്ക് ഹിസ്റ്ററിയിൽ ഗ്രീക്കുകാരാണ് എന്ത് ചെയ്യുന്നത്? അത്തരം കാര്യങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ ചരിത്രകാരന്മാർ ഇന്ത്യക്ക് സംഭവിച്ച അപജയത്തെക്കുറിച്ച് എന്ത് ചെയ്തിട്ടില്ല? രേഖപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, സാറിനോട് ചോദിച്ചു നോക്കുക, സാറ് ഉച്ച കഴിഞ്ഞിട്ട് വളരെ വിശദമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പറയും. ഇന്ത്യയിൽ ചരിത്രം വളരെ ശുഷ്കമായിരുന്നു. ഇന്ത്യയിൽ ചരിത്രം എഴുതുന്ന ഒരു സമ്പ്രദായം തന്നെ ആദ്യകാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ലേറ്റായിട്ടാണ് നമ്മൾ ചരിത്രം എഴുതാനായിട്ട് തുടങ്ങിയത് എന്നുള്ളതാണ് സത്യം. കുറേ കാര്യങ്ങളെ റിക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ചില ഊഹാപോഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഞാനൊരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശങ്കരാചാര്യരെക്കുറിച്ച് മുമ്പൊക്കെ നമ്മൾ ചെക്ക് ചെയ്താൽ AD നമുക്ക് 800 കാലടി, എറണാകുളത്ത് നമുക്കറിയില്ല, കാലടിയിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. അപ്പോൾ 800 AD കാലഘട്ടത്തിലാണ്, അല്ലേ, 800 AD വരുന്ന സമയത്ത് AD 800 അദ്ദേഹത്തിൻ്റെ ടൈം പീരീഡായിട്ട് നമ്മളൊക്കെ പഠിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ എടുത്ത് നോക്കുക, BC 500 അത് മാറ്റിയിരിക്കുകയാണ്. എന്തടിസ്ഥാനത്തിലാണ്? അവർ ജ്യോതിശാസ്ത്രത്തെ, മറ്റേ ആസ്ട്രോളജീനെ എന്തെന്ന് പറയുന്നത്, ജ്യോതിഷത്തെ അവർ കോസ്മോളജിയായിട്ട് ബന്ധപ്പെടുത്തി ഒരു നവീന രൂപത്തിൽ അത് അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം അത് വളരെ പുരാതനമായ ചിന്താഗതിയാണെന്ന് പറയാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. അതിനെ ആശ്രയിക്കുന്ന ഉപാധി എന്താണ്? ഒന്നില്ലെങ്കിൽ ഇൻസ്ക്രിപ്ഷൻസ് ആയിരിക്കണം, രേഖപ്പെടുത്തിയ രേഖകൾ അതിനെ സംബന്ധിച്ച് വേണം, പുസ്തകങ്ങളായിട്ടോ അല്ലെങ്കിൽ കല്ലിൽ കൊത്തിയോ അങ്ങനെയുള്ള എന്തെങ്കിലും രേഖകൾ വേണം. അത്തരം രേഖകളുടെ അടിസ്ഥാനത്തിലല്ല, അവരുടെ ഗ്രന്ഥത്തിൽ പരാമർശിച്ചിരിക്കുന്ന, ഇപ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, സാൻസ്ക്രിറ്റ് ഇസ് ദ മദർ ഓഫ് ഓൾ ലാംഗ്വേജസ്. എല്ലാ ഭാഷകളുടെയും അമ്മ സംസ്കൃതം എന്നാണ്. സാറ് ലിംഗ്വിസ്റ്റിക്കിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. അദ്ദേഹത്തോട് ചോദിച്ചു നോക്കുക. ഒരിക്കലും അല്ല. എല്ലാ ഭാഷയിൽ നിന്നുള്ള വാക്കുകൾ അതിൽ കണ്ടുകൊണ്ട് ആദ്യം അങ്ങനെ ഒരു തെറ്റായ പ്രചരിപ്പിക്കാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ സംസ്കൃതത്തിൻ്റെ ഏറ്റവും ഓൾഡസ്റ്റിൽ ഇത് ഇൻസ്ക്രിപ്ഷൻ നമുക്ക് ലഭിച്ചിരിക്കുന്നത് 125-130 AD ഒരു ഇൻസ്ക്രിപ്ഷൻ, AD ആധുനിക ഇതിലാണ്. അപ്പോൾ ഈ പുരാതനത്തെ അവകാശപ്പെടുന്നതിൽ എന്താണ് തെളിവ്? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അശോകൻ്റെ കാലഘട്ടം നമുക്കറിയാം, 200-300 AD BC കാലഘട്ടത്തിൽ അശോക സ്തംഭങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് അവർ രേഖപ്പെടുത്തിയിരുന്നു, ജൈനിസത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ അതിൽ 15 ഭാഷകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഗ്രീക്കുണ്ട്, ഹീബ്രു ഉണ്ട്, മറ്റ് പാലി അതുപോലെയുള്ള ഭാഷകളൊക്കെ ഉണ്ട്. പക്ഷെ അതിനകത്ത് എന്തില്ല? സംസ്കൃതമില്ല. എന്തില്ലാത്തത്? കാരണം അന്ന് സംസ്കൃതം ഇല്ല. അപ്പോൾ തെറ്റായ കുറേ പ്രചരണങ്ങൾ നടത്തി ആളുകളുടെ ഉള്ളിൽ തെറ്റായ ധാരണ നടത്തി വളരെ ഓൾഡായിട്ടുള്ളൊരു സംസ്കാരമാണ്, കാര്യമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യയിൽ ഉടലെടുത്തിട്ടുള്ള എല്ലാ സംസ്കൃതികളെയും ഇന്ന് ഹിന്ദുയിസത്തിൻ്റെ ഭാഗമായിട്ട് ആധുനിക ഹിന്ദുയിസം പ്രസൻറ്റ് ചെയ്യണം നമ്മുടെ മുമ്പിൽ. അത് തെറ്റാണ്. കാരണം നിരീശ്വരവാദിത്വം ഉണ്ട്, അല്ലേ? ചാർവാകാസ് BC അതുപോലെ തന്നെ ബുദ്ധിസം, ജൈനിസം, അതിലൊന്നും അവർക്ക് പ്രാരംഭത്തിൽ എന്തില്ല, ദൈവവിശ്വാസം ഇല്ലാത്തവരാണ്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ വളരെ പുരാതനമായ ഒന്നാണ്. അതിനെയൊക്കെ
ഈ BC യോട് അടുത്ത കാലഘട്ടത്തിൽ മൗര്യ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലും തുടർന്ന് വന്ന കാലഘട്ടത്തിലൊക്കെ അവരെയൊക്കെ നശിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്തത് ഹിന്ദുയിസം വളർന്നു വന്നതെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ത്യയിലേക്ക് വന്ന എല്ലാ തരത്തിലുമുള്ള ആളുകൾ, ഇന്ത്യയിലെ ആരും നേറ്റീവ്സ് ആയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ DNA വെച്ചിട്ടുള്ള വ്യക്തമായ തെളിവുകൾ പറയുന്നത്. എല്ലാവരും ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തവരാണ്, ഇൻക്ലൂഡിങ് ദ്രവീഡിയൻസ്. ഇന്ത്യയിലേക്ക് പല ലെയറായിട്ട് മധ്യപൗരസ്ത്യ ദേശത്തു നിന്നും സ്റ്റെപ്പീസിൽ നിന്നൊക്കെ ഇന്ത്യയിലേക്ക് വന്ന ആളുകളാണ്. അതിൽ ആദ്യം വന്നത് ദ്രാവിഡരാണ്, അവരാണ് ഇവിടുത്തെ ആദിമ നിവാസികൾ. അവരുടെ പിന്നാലെ ആര്യന്മാർ വരാനായിട്ട് ഇടയായിത്തീർന്നു. അവരുടെ പിന്നാലെ അത് പല ലെയറായിട്ടാണ് വന്നിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതാണ് സത്യം. എന്നാൽ ഇതിനപ്പുറമുള്ള തെറ്റായിട്ടുള്ള ഒരു പ്രചരണമാണ് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പ്രചരിപ്പിക്കാനായിട്ട് ഇടയായിത്തീർന്നത്. അപ്പോൾ ഏത് കാര്യം പറയുമ്പോൾ അതിന് സോഴ്സ് ഓഫ് അതോറിറ്റി, ഇത് എത്രത്തോളം ആധികാരികമാണ് എന്നുള്ള ഒരു വിഷയം നമ്മുടെ മുമ്പിലുണ്ട്. അതിനുള്ള ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ടോ? ഭാഷ പറയുമ്പോൾ പുരാതന ഭാഷയുടെ ലിഖിതങ്ങളുണ്ടോ? അതിനുള്ള ചില മാനദണ്ഡങ്ങൾ, ഹിസ്റ്റോറിക്കൽ ക്രൈറ്റീരിയാസ് ഉണ്ട്, ആഖ്യായ മാതൃകകളുണ്ട്. ആ മാതൃക പ്രകാരം ഇത് ശരിയാണോ എന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകണം. അത് നമ്മളെല്ലാവരും മനസ്സിൽ കുറിക്കൊള്ളണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തുടർന്ന് മുന്നോട്ട് ഫാസ്റ്റായിട്ട് പോകട്ടെ, എൻ്റെ സമയം കുറവായതുകൊണ്ട്. നമുക്കറിയാം മലബാറിലെ കാര്യമെന്ന് പറയുമ്പോൾ വാസ്കോ ഡ ഗാമ വന്ന ശേഷമുള്ള കാര്യങ്ങളിലേക്ക് ഇനി ഞാൻ പെട്ടെന്നൊരു ജമ്പിങ് നടത്തുകയാണ്. അത് മലബാറിലെ ആധുനികകാല പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മലബാറിലെ മിഷണറിമാരുടെ കോൺട്രിബ്യൂഷൻ അത് രണ്ടായിട്ടാണ് തിരിക്കുന്നത്. ഒന്ന് കത്തോലിക്ക സഭ ചെയ്ത, റോമൻ കത്തോലിക്ക സഭ ചെയ്ത സേവനങ്ങളും, മറ്റൊന്ന് പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ ചെയ്ത ഇതും. അതിലാദ്യം ഞാൻ റോമൻ കത്തോലിക്ക സഭയിലെ മിഷണറിമാർ ചെയ്ത പ്രവർത്തനത്തെക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. ആദ്യകാല മിഷണറി ജീവിതം വളരെ ദുരിതം നിറഞ്ഞതായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് വന്ന ഒരു ഇറ്റാലിയൻ അച്ഛനായിരുന്നു ഫാദർ ജോസഫ് ടാഫറേൽ. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇദ്ദേഹത്തെക്കുറിച്ച്? നമ്മുടെ ഇരിട്ടിയിലൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ് പല ഇറ്റാലിയൻ മിഷണർമാരെയും തടവിലാക്കിയ കൂട്ടത്തിൽ ഇദ്ദേഹവും ഈ ജോസഫ് അച്ഛനും തടവിലാക്കപ്പെട്ടു. മലബാർ ബ്രിട്ടീഷുകാർ പിടിക്കുന്നതിന് മുമ്പ് കത്തോലിക്ക മിഷണറിമാരുമാണ് മലബാറിൽ അധസ്ഥിതരുടെ ഇടയിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തിയിരുന്നത്. അതുപോലെ തന്നെ പരിവർത്തനവും നടത്തിയിരുന്നത്. വടക്കൻ മലബാറിൽ പീറ്റർ കെയ്റോനി ചിറക്കൽ ഒരു മിഷണറി പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. ചിറക്കൽ മിഷണറി ലീഗ് എന്ന പേരിൽ അവിടെ ഒരു പ്രവർത്തനം ആരംഭിച്ചു. അവിടെ പിന്നീട് ഇത് മലബാറിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. എന്നാലും ഇറ്റലിക്കാരനായ ജോസഫ് ടാവറേലാണ് ഇതൊരു വ്യാപകമായിട്ടുള്ള മലബാറിൽ ഉടനീളം വ്യാപകമായ രീതിയിൽ മിഷണറി പ്രവർത്തനം വ്യാപിപ്പിച്ചത്. സ്വാതന്ത്ര്യ മൂല്യവും ജാതി വ്യവസ്ഥയുടെ എതിർപ്പും അദ്ദേഹം തന്ത്രപൂർവം മറികടന്നുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയത്. ചരിത്രത്തിൻ്റെ പ്രധാന പാന്താവിൽ നിന്ന് മിഷണറിമാരുടെ സംഭാവനകളെ ഒഴിച്ചു നിർത്താനുള്ള ഉന്നതരുടെ മനഃപൂർവമായ ശ്രമം ഉണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതിലൂടെ മിഷണറിമാരുടെ തുടർച്ചയായ ഇടപെടൽ ഒഴിവാക്കുകയും മാനുഷിക മൂല്യങ്ങളിൽ ഊന്നിയ മനുഷ്യവികാസം അഥവാ ഒരു അവബോധത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുവരാൻ പ്രയത്നിക്കുന്നത് തടയിടുന്നതും പഴയ അടിമത്ത ചൂഷണങ്ങൾ പുനഃസൃഷ്ടിക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഒരു അജണ്ടയുടെ ഭാഗമാണതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ജോസഫ് ടാവറേൽ അച്ഛൻ 43 മിഷൻ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരുന്നു. നോർത്ത് മലബാറിലെ അദ്ദേഹം പ്രധാനമായും അറിയപ്പെട്ടത് ഒരു ഭവനദാതാവ് എന്ന നിലയിലാണ്. 1000-ലധികം വീടുകളും 2000 ഏക്കർ കൃഷിഭൂമിയുമാണ് അദ്ദേഹം അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ടവർക്ക് സമ്മാനിച്ചത്. 1986 പീലിക്കോട് വെച്ച് നടത്തപ്പെട്ട സിൽവർ ജൂബിലി ആഘോഷത്തിൽ അന്നത്തെ കേരളത്തിലെ ധനകാര്യ മന്ത്രിയായിരുന്ന ശ്രീ KG അടിയോടി സാമൂഹിക സേവനത്തിൻ്റെ രംഗത്തെ ഒരു അതികായകൻ എന്നാണ് ഇദ്ദേഹത്തെക്കുറിച്ച്, ഈ ടാഫറേൽ അച്ഛനെക്കുറിച്ച് അദ്ദേഹം വിശേഷിപ്പിച്ചത്. പുതിയൊരു സാമൂഹിക ക്രമവും
സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള പിന്നോക്കം നിന്നിരുന്ന പ്രത്യേകിച്ച് പുലേ വിഭാഗത്തിൽപ്പെട്ടവരെ ഹരിജൻ, അവർക്ക് നൽകിയിരിക്കുന്ന പേരാണ് ഹരിജൻ. ഈ പേര് ഹരിജൻ എന്നൊക്കെ ഇട്ട് വിളിക്കുമെങ്കിലും നമുക്കറിയാം അതൊരു തട്ടിപ്പാണ്. അത്തരത്തിലുള്ളൊരു മനോഭാവം ഈ പേരിട്ട ആളുകളൊന്നും അവരോട് പുലർത്തിയിരുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ അവരെ സമൂഹത്തിൻ്റെ പൊതുശ്രേണിയിലേക്ക് കൈപിടിച്ച് ഉയർത്തുവാനായിട്ട് സഹായിച്ചു എന്നുള്ളതാണ് ഈ അച്ഛൻ ചെയ്ത നിസ്തുല്യമായിട്ടുള്ള ഒരു കാര്യം. അദ്ദേഹം ഗ്രാമങ്ങൾ സന്ദർശിക്കുമ്പോൾ ഗ്രാമീണർ അദ്ദേഹത്തെ അത്ഭുതത്തോടെയാണ് വീക്ഷിച്ചിരുന്നത്. അദ്ദേഹത്തെ ഒരു വെളുത്ത മാലാക എന്നാണ് അവർ വിളിച്ചിരുന്നത്, വെളുത്ത മാലാക. ഒരുപക്ഷെ മിഷണറിമാരുടെ വസ്ത്രവും നിറവും ഭാഷയും ജീവിത രീതിയും കൊണ്ടാവാം അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചത്. മരുന്ന് പെട്ടിയുമായി സഞ്ചരിക്കുന്ന ടാഫറേൽ ഓരോ കുടിലുകളിലേക്കും പോകുമ്പോൾ അതിന് വഴികാട്ടിയായി പോയിരുന്നത് കുട്ടികളാണ്. മിഷണറിമാരുടെ ജീവിതം, അതിൻ്റെ സങ്കീർണതയും തീവ്രവുമായിട്ടുള്ള സംഘർഷങ്ങളെക്കുറിച്ചും അതിജീവനത്തെക്കുറിച്ചും അദ്ദേഹം എഴുതിയ ഒരു ആത്മകഥയുണ്ട്. അദ്ദേഹത്തെ അതിനൊരു ആത്മകഥ എന്ന് വിശേഷിപ്പിക്കാം. ജോട്ടിങ് ഓഫ് എ പുവർ മിഷണറി, ജോട്ടിങ് ഓഫ് എ പുവർ മിഷണറി എന്നാണ് ആ ഗ്രന്ഥം. അത് അവൈലബിൾ ആണ്, ഇവിടെ ഇല്ല. ഓക്കെ, സെൻറ്റ് പോൾ മിഷൻ്റെ ഇതിൽ ലഭ്യമാണ്. അപ്പോൾ എന്തെല്ലാം പ്രയാസങ്ങളാണ് അദ്ദേഹം അനുഭവിച്ചതെന്ന് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. ഫാദർ ടാഫറേലിൻ്റെ മിഷണറി പ്രവർത്തനം നടത്തിയിരുന്നത് മലബാറിലെ പുലയരുടെ ഇടയിലായിരുന്നു. വർണ്ണവ്യവസ്ഥയിലെ 4 വിഭാഗങ്ങൾക്കും താഴെ അശുദ്ധരെന്ന് കുത്തപ്പെടുന്നവരായിരുന്നു ഇവർ. ഹിന്ദുമതത്തിൽ നമുക്കറിയാം ബ്രഹ്മാവിൽ നിന്നാണ് ഈ ജാതി വ്യവസ്ഥ ഉടലെടുത്ത്. മനുസ്മൃതിയാണ് ഈ ജാതി വ്യവസ്ഥയെ സാമൂഹ്യ ശ്രേണി അടിസ്ഥാനമായിട്ട് ന്യായീകരിക്കുന്നത്. മനുസ്മൃതി എന്ന് പറഞ്ഞ ഗ്രന്ഥമുണ്ട് ഹൈന്ദവരുടെ. ആ ഗ്രന്ഥത്തിലാണ് ഈ ജാതി വ്യവസ്ഥ ഊട്ടിയുറപ്പിക്കുന്നത്. നമുക്കറിയാം അതിനകത്തുള്ള ഒരു വിവരണം അനുസരിച്ച് ബ്രഹ്മാവാണ് സൃഷ്ടി നടത്തുന്നത്. ബ്രഹ്മാവിൻ്റെ വായിൽ നിന്ന് ബ്രാഹ്മണരും കൈകളിൽ നിന്ന് ക്ഷത്രിയരും കാലുകളിൽ നിന്ന് വൈശ്യരും പാദത്തിൽ നിന്ന് ശൂദ്രരും, ശൂദ്രർക്ക് കീഴിലുള്ളവരുണ്ട് ചണ്ടാളന്മാർ എന്നറിയപ്പെടുന്ന, ഇങ്ങനെ 4 വിഭാഗങ്ങളാണ് ഈ വർണ്ണ ശ്രേണിയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ കീഴ്ജാതിയിൽപ്പെട്ടവർക്ക് മേൽജാതിക്കാർക്കൊപ്പം ഇരിക്കുന്നത് നിഷിദ്ധമായിരുന്നു. അങ്ങനെ ഇരുന്നാൽ അവരെ ചവിട്ടുവാൻ അനുവാദം ഉണ്ടായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ മലബാറിലെ സ്ഥിതിയെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. നമ്മളിന്ന് ഈ ആധുനിക ഭാരതം ഇങ്ങനെയൊക്കെ ആയിത്തീർന്നതിൻ്റെ ക്രെഡിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഞാനും നിങ്ങളും ഇന്ന് ഇവിടെ ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്നതിനും അതിനുള്ള സാവകാശം ഉണ്ടായത് അന്നത്തെ മിഷണറിമാരുടെ അക്ഷീണമായിട്ടുള്ള പ്രയത്നത്തിൻ്റെ ഫലമാണെന്ന് എത്രത്തോളം നമ്മൾ ഓർക്കാറുണ്ട്. ഓക്കെ, മാത്രമല്ല കീഴ്ജാതിക്കാരോട് ക്രൂരമായി പെരുമാറുവാൻ ജാതി വ്യവസ്ഥ ശുപാർശ ചെയ്യുമ്പോൾ മിഷണറിമാർ സമൂഹത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ട ഇവർക്കൊപ്പം ഭക്ഷണം പങ്കിട്ട് അവരോടൊപ്പം ജീവിച്ച് വിഭാഗീയതയിൽ തള്ളപ്പെട്ടവരോടൊപ്പം അവരിലുള്ള ഒരാളായി ടാഫറേൽ അച്ഛൻ ജീവിച്ചു. എല്ലാ ദിവസവും ഭക്ഷണം അച്ഛൻ പറയുന്നത് എങ്ങനെയാണ്, എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നതിന് അവർക്ക് എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടായിരുന്നില്ല. അപ്പം അച്ഛൻ മാത്രമല്ല, അവർ ഭക്ഷണം ഇല്ലാതെ തന്നെ വെറും വയറ്റിൽ അവർ ജോലി ചെയ്യാനായിട്ട് നിർബന്ധിതരായിരുന്നു. വെളിച്ചം വീഴുമ്പോൾ ഉടനെ തന്നെ അവർ വയലുകളിലേക്ക് പോകണമായിരുന്നു. വൈകിട്ട് കിട്ടുന്ന തുച്ഛമായ പൈസയ്ക്ക് ഒരു കൈ നിറയെ അരിയും കുറച്ച് മുളകും ഉപ്പും വാങ്ങി അന്നത്തെ അവരുടെ സമൃദ്ധമായ അത്തോഴം എന്ന് പറയുന്നതാണ്. മുളകും ഉപ്പും അടങ്ങിയ ഭക്ഷണം അവർക്ക് സംഷ്യസ് മീൽ, ഒരു വിഭവസമൃദ്ധമായ അവരുടെ ഭക്ഷണം ആ കാലഘട്ടത്തിൽ അതായിരുന്നു. തൻ്റെ കത്തുകളിൽ ടാഫറേൽ അച്ഛൻ തൻ്റെ മിഷണറി ജീവിതത്തിലെ ഇത്തരം വേദനാജനകമായ കാര്യങ്ങളെക്കുറിച്ച് മേലധികാരികൾക്ക് എഴുതി അറിയിക്കുമായിരുന്നു. അച്ഛൻ പറയുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള വിശുന്ന വയറുകൾക്കും കഷ്ടത അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെയും കാണുമ്പോൾ എൻ്റെ ഹൃദയം തകരുന്നു. എനിക്ക് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാനാവുക? ആദ്യം ഇതിനോട് പൊരുത്തപ്പെടുവാൻ വളരെ വിഷമമായിരുന്നു. പക്ഷേ എങ്ങനെ പൊരുത്തപ്പെടാതിരിക്കും? എനിക്ക് കാപ്പി കുടിക്കാതെ ഇരിക്കാനാവില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ കുടിക്കാറില്ല.
കറികളും വെള്ളവുമില്ലാതെ ഞാൻ ഭക്ഷണം കഴിക്കാറില്ലായിരുന്നു. ഇപ്പോൾ ഒന്നും വേണ്ട. മുമ്പ് എനിക്ക് ബ്രെഡും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇറച്ചിയും മുട്ടയും പാലും ഇത്യാദികളും കൂടാതെ ഭക്ഷണം സാധ്യമല്ലായിരുന്നു. ഇപ്പോൾ അതൊന്നും വേണ്ടതായിരിക്കുന്നു. തലയിണയും കിടക്കയുമില്ലാതെ ഞാൻ ഉറങ്ങാറില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് മെത്തയില്ലാത്ത പലകയും നിലവും കിടക്കാൻ ധാരാളം. ഇതാണ് അച്ഛൻ രേഖപ്പെടുത്തിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ജോട്ടിങ്സ് എന്ന് പറഞ്ഞ പുസ്തകത്തിലെ വരികളാണ്. ദളിതരുടെ ശരീരവും സാന്നിധ്യവും മാത്രം ദളിതരുടെ ശരീര സാന്നിധ്യം മാത്രമല്ല അശുദ്ധമായിട്ട് കരുതിയിരുന്നത്, അവരെ തൊടുന്നതും അവരുടെ സാന്നിധ്യവും എല്ലാം അവരശുദ്ധരെന്നാണ് മുദ്ര കുത്തിയിരുന്നത്. മാത്രമല്ല അവരെ നേരിട്ട് കാണാൻ പോലും പാടില്ല എന്നുള്ള ഒരു സ്ഥിതിയാണ് മലബാറിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അത്തരം മിഥ്യകളെ ശിഥിലമാക്കിക്കൊണ്ട് അവരുടെ ഓലക്കുടിലുകളിൽ മിഷണറിമാർ അവരോടൊന്നിച്ച് ആഹാരം പങ്കുവച്ചും ഒന്നിച്ചിരുന്ന് ആഹാരം പങ്കുവയ്ക്കുന്നതും കേവലം ശാരീരിക ആരോഗ്യത്തിന് മാത്രമല്ല, അത് വലിയൊരു കൂട്ടായ്മയെയും മാനുഷിക ബന്ധത്തെയും അടയാളപ്പെടുത്തുന്നുണ്ട്. അത് സാമൂഹിക ബന്ധങ്ങളെ വളർത്തുകയും ഊട്ടി ഉറപ്പിക്കുകയും ചെയ്യുന്നു. വചനത്തിൻ്റെ ചലനശക്തി എഴുതപ്പെട്ട വചനത്തിലൂടെയും, അതായത് ബൈബിളിലൂടെയും പ്രസംഗിക്കപ്പെട്ട വചനത്തിലൂടെയും, എന്നുവെച്ചാൽ മിഷണറിമാരുടെ സാക്ഷ്യജീവിതത്തിലൂടെയും കീഴ്ജാതിക്കാരുടെ ഹൃദയങ്ങളിൽ വമ്പിച്ച സ്വാധീനം ചെലുത്തി. ഡോക്ടർ സനൽ മോഹൻ തൻ്റെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നത്, ഈ വചനങ്ങൾ, അത് കടമെടുത്ത് പറഞ്ഞാൽ ഇങ്ങനെ പറയാം, എതിരിടാനുള്ള ജനത്തിൻ്റെ ശക്തിയായി വർദ്ധിച്ചു എന്നാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പല അറിവുകൾ അവർക്ക് ലഭിച്ചപ്പോൾ തങ്ങൾ അശുദ്ധരല്ല, ഞങ്ങളും സമൂഹത്തിൽ ജീവിക്കാൻ അർഹതപ്പെട്ടവരാണെന്നുള്ളൊരു ബോധം മിഷണറിമാർ അവരുടെ ജീവിതത്തിൽ നൽകിയപ്പോൾ, ഈ വചനത്തിലൂടെയും മിഷണറിമാരുടെ ജീവിതത്തിലൂടെയും അവർ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുവാനായിട്ട് തങ്ങളും സമൂഹത്തിൽ വിലപ്പെട്ടവരാണെന്നുള്ള ആ ഒരു മൂല്യബോധത്തിലേക്ക് അവർ കൈപിടിച്ചുയർത്തപ്പെട്ടു എന്നുള്ളതാണ് സത്യം. മോഡേണിറ്റി ഓഫ് സ്ലേവറി എന്ന സ്ട്രഗിൾസ് അഗെയിൻസ്റ്റ് കാസ്റ്റ് ഇൻഇക്വാലിറ്റി ഇൻ കൊളോണിയൽ കേരള എന്നുള്ള ഡോക്ടർ സനൽ മോഹൻ്റെ ഗ്രന്ഥത്തിൽ ഇവരുടെ തീവ്രമായ അനുഭവങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജാതിയിലെ ഉന്നത ശ്രേണിയിൽപ്പെട്ടവർക്ക് മിഷണറിമാർ കണ്ണിലെ കരടായി മാറി, ശത്രുക്കളായി മാറാനായിട്ടും ഇടയായിത്തീർന്നു. താഴ്ന്ന ജാതിക്കാർ ഇത് തങ്ങളുടെ മുൻജന്മത്തിലെ കർമ്മത്തിൻ്റെ ഫലമാണെന്നും തങ്ങൾ ശപിക്കപ്പെട്ടവരാണെന്നും അതുകൊണ്ട് മേൽജാതിക്കാരോട് അടിമകളായി ജീവിക്കുകയാണ് തങ്ങളുടെ വിധി എന്നും അവർ കരുതി. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഹിന്ദുത്വ തീവ്രവാദികൾ പ്രചരിപ്പിക്കുന്നതും അവരുടെ പ്രാമാണിക ഗ്രന്ഥത്തിലുമുള്ള ഈ ജാതി സമ്പ്രദായത്തിൽ നമുക്കറിയാം, അവരുടെ മുൻ ജീവിതത്തിൽ പുനർജന്മ വിശ്വാസമാണല്ലോ. അപ്പം മുൻ ജീവിതത്തിൽ അവർ ചെയ്ത തെറ്റിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അവർ ഈ ജാതി ശ്രേണിയിൽ താണവരായിട്ട് ജനിച്ചിരിക്കുന്നത്. അതവരുടെ വിധിയാണ്, അവർക്ക് ലഭിച്ചിരിക്കുന്ന ശിക്ഷയാണ്. അതുകൊണ്ട് അത്തരം ചിന്തയിൽ അവരുടെ കർമ്മങ്ങളുടെ ഫലമാണ് ഇതെന്നുള്ളത് കൊണ്ട് അത്തരത്തിൽ ഇപ്പോൾ എന്ത് ചെയ്യണം, മേൽജാതിക്കാരായ ബ്രാഹ്മണരെ പ്രീതിപ്പെടുത്തി ഈ ജീവിതത്തിൽ മോക്ഷം ലഭിച്ച അടുത്ത പുനർജന്മത്തിലെ അടുത്ത ശ്രേണിയിലേക്ക് അവർ മാറണമെന്നുള്ള ഒരു ചിന്താഗതി അവരുടെ ഉള്ളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അത്തരം ബോധത്തിൽ ജീവിക്കുന്നവർക്ക് ഒരിക്കലും ഉയരാനായിട്ട് ആഗ്രഹമില്ല. ഞങ്ങളിത് വിധിക്കപ്പെട്ടവരാണ്, ഞങ്ങളുടെ കർമ്മങ്ങളുടെ മുൻ ജീവിതത്തിലെ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത്, കീഴ്ജാതിക്കാരനായി ജീവിച്ചിരിക്കുന്നത്. അത്തരം വ്യവസ്ഥിതിയിൽ ബ്രാഹ്മണരെ പ്രീതിപ്പെടുത്തുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് അവരുടെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന എന്നുള്ളൊരു ബോധമാണ് അവരിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവരിതിന് കീഴ്പ്പെട്ട് ജീവിക്കുക എന്നുള്ള ഒരു തെറ്റായ ചിന്ത അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ആ ചിന്തയാണ് മിഷണറിമാരെന്ത് ചെയ്തത്, എടുത്ത് മാറ്റിയത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ മിഷണറിമാരെ ഭാരതത്തിലുടനീളം നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് മിഷണറിമാരുടെ ഈ പ്രവർത്തനം ഇത്തരം നമുക്കറിയാം, ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ സാമൂഹ്യ സേവന പ്രവർത്തനം എല്ലാത്തരം സ്കൂളുകളൊക്കെ ആരംഭിക്കുന്ന ഇവരെ എന്തുകൊണ്ട് എതിർക്കുന്നു? പഴയ സെമീന്ദാരി സിസ്റ്റവും മോളിലുള്ള ആളുകൾക്ക് ഈ താഴേക്കടയിലുള്ള ആളുകളെ ചൂഷണം ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് പാടില്ല, വിദ്യാഭ്യാസം പാടില്ല.
അഭ്യാസം നൽകുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾ നമുക്കറിയാം ചെറുപ്പത്തിൽ തന്നെ വയലോലകളിൽ കൊണ്ടുപോയിട്ടിട്ട് അവർ ഇരിക്കുന്ന സ്ഥലത്താണ് കുഞ്ഞുങ്ങളും വളരുക. അവർ വെയിലിന് ഫുൾ ടൈം വെയിൽ കൊണ്ടുവരികയാണ്. ഈ നിറത്തിലൊക്കെ വലിയ കാര്യമൊന്നുമില്ല. കുറേ ടൈം നമ്മൾ വെയിൽ കൊള്ളുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഈ എന്താ പറയുക, ഇക്വേറ്റർ റീജിയനിൽ മധ്യരേഖയുടെ അടുത്ത് താമസിക്കുന്ന പ്രദേശത്തൊക്കെ എന്താണ്, ഹീറ്റ് അധികമാണ്. അവിടെ വരുന്ന സൺറൈസിനകത്ത് മെലാനിൻ അല്ലേ, വൈറ്റമിൻ ഡി അധികമുണ്ട്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നിറം കറുപ്പാവും. അതേസമയം പോളാർ റീജിയൻസിലേക്ക് പോകുമ്പോഴത്തേക്കും അതിൻ്റെ അളവ് കുറവായിരിക്കും. അതുകൊണ്ട് എന്തുണ്ടാവും, വൈറ്റ് സ്കിൻ ഉണ്ടാവും. ബൈബിൾ പറയുന്ന അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ബൈബിളിൻ്റെ ആളുകളാണ്. ആദാമിൽ നിന്നാണ് എല്ലാവരും ഉണ്ടായത്. അപ്പോൾ എല്ലാ ആളുകളും ഒരു സമൂഹമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കുണ്ടാകേണ്ട അടിസ്ഥാന ബോധം അതാണ്. അതിലത് നമ്മൾ മറ്റേ ബ്രാഹ്മണരായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ, അതുകൊണ്ട് എന്ത് ബൈബിളിനെതിരായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട് ലോകമെങ്ങും ദൈവം ഒരുവനിൽ നിന്ന് സകല ജാതികളെ ഉളവാക്കി. അപ്പോൾ ഇതാണ് ബൈബിൾ പറയുന്ന അടിസ്ഥാനമായ തത്വം. അത് മറന്ന് നമ്മൾ എന്തിനാണ് മേനി തടിക്കാനായിട്ട് ഇടയാകുന്നത്? മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള ഒരവബോധം, അത് കർത്താവ് നമ്മളിൽ തന്നിരിക്കുന്ന ഒരു വലിയ മനോഭാവമാണ്, സാഹോദര്യമാണ്. സാഹോദര്യവും സമത്വമൊന്നും മൊണ്ടെസ്ക്യോ ഇവരും തന്നല്ല. ബൈബിളിൻ്റെ ഫസ്റ്റ് ഉൽപ്പത്തി പുസ്തകത്തിൽ തൊട്ട് നിന്റെ സഹോദരൻ എവിടെ എന്ന് കായിനോട് ചോദിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഫ്രട്ടേണിറ്റിയെക്കുറിച്ച്, ബ്രദർഹുഡിനെ കുറിച്ച് ബൈബിൾ നൽകുന്ന സങ്കല്പം, ഇക്വാളിറ്റിയെക്കുറിച്ച്, സമത്വത്തെക്കുറിച്ച്, എല്ലാവർക്കും സമത്വം ഉണ്ടാകണമെന്നാണ് സെന്റ് പോൾ എഴുതുന്നു. കൂലി വൈകുന്നേരം വരെ പിടിച്ചു വെക്കരുതെന്ന് ആവർത്തന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ മനസ്സിലേക്ക് ഒത്തിരി കാര്യങ്ങൾ കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ മടങ്ങി വരട്ടെ. അപ്പം അതുകൊണ്ട് ജാതി അടിസ്ഥാനത്തിലുള്ള ചിന്താഗതികൾ ക്രൈസ്തവർ വിടേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ചിറക്കൽ മിഷനെ കൂടാതെ മറ്റൊരു മിഷൻ ഉണ്ടായിരുന്നു, മാട്ടൂൽ മിഷൻ. അത് ഫാദർ സെക്യൂരിയ ആണ് മാട്ടൂൽ മിഷൻ ആരംഭിച്ചത്. അത് കുറേ കാലം അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയി. അതിനുശേഷം അദ്ദേഹം ഇത് ടാഫ്രേലച്ചനെ ഏൽപ്പിച്ചു. അങ്ങനെ ഇത് രണ്ടും പിന്നീട് ഒറ്റ മിഷനായിട്ടാണ് മുന്നോട്ട് പോയത്. ചിറക്കൽ മിഷനും മാട്ടൂൽ മിഷനും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ചരിത്രത്തിൽ ഇടം കൊടുക്കേണ്ടതാണ്. പക്ഷേ ഇവർക്കൊന്നും, നമുക്ക് എത്ര പേർക്കറിയാം, ഇവിടെ എത്ര പേര് ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ടാഫ്രേലച്ചൻ കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇതൊന്നും നമ്മളറിയാത്തത്? നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ച് അച്ഛനിവിടെ പറഞ്ഞു, നമ്മുടെ അസ്തിത്വ ബോധത്തെക്കുറിച്ച് ക്രൈസ്തവരായ നമുക്ക് തന്നെ അവബോധമില്ല. എത്ര ഡീപ്പാണ് ഈ രാജ്യത്തിന് നമ്മൾ നൽകിയ സംഭാവനകളെ കുറിച്ച്. ഉച്ചകഴിഞ്ഞ് നമ്മളത് കേൾക്കാൻ പോവുകയാണ്. ഗാന്ധിജി ഹരിജനങ്ങൾക്ക് വേണ്ടിയും ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയും സമരം ചെയ്യുമ്പോൾ ടാഫ്രേലച്ചൻ വടക്കേ മലബാറിലെ പുലയ സമുദായത്തിന് വേണ്ടി ശബ്ദമുയർത്തുകയും അവരുടെ ഇടയിൽ ജീവിക്കുകയും അവർക്ക് വേണ്ടത് പ്രദാനം ചെയ്യുകയും ചെയ്യുകയായിരുന്നു. ഈ താഴേക്കിടക്കയിൽ മാത്രമുള്ളവരല്ല എന്ത് ചെയ്ത് പരിവർത്തനം ചെയ്തു വന്നത്. കൂർഗിൽ നിന്നുള്ളൊരു ധനാട്യനായ തിമ്മയ്യ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനമായിട്ട് ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ ധാരാളം പേരുണ്ട്, ചിലരുടെ പേര് എടുത്തു പറഞ്ഞെന്നുള്ളൂ. അപ്പർ ക്ലാസ് ക്രിസ്ത്യാനിയിൽപ്പെട്ട ധാരാളം ആളുകളും ഇതിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 1960 തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറി പാർത്ത നമ്മുടെ ഈ ഇരിട്ടി പ്രദേശത്ത് കുറേ ആളുകൾ വന്ന് കുടിയേറി പാർത്തായിരുന്നു. അപ്പോൾ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴത്തേക്കും കുറേ ആളുകൾ പല സ്ഥലത്തുനിന്ന് പലായനം ചെയ്ത് ഈ ഇരിട്ടി പ്രദേശത്തേക്ക് വന്നു. ആ സമയത്ത് ഈ ടാഫ്രേലച്ചനാണ് അവർക്കൊക്കെ അഭയം കൊടുത്തത്. അതുകൊണ്ട് ഈ ടാഫ്രേലച്ചനോട് ഈ ഇരിട്ടിയിലുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് അന്ത്യവിശ്രമം ഇവിടെ തന്നെ ഒരുക്കിയാൽ മതി എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. കൊട്ടകപ്പാറ, ഇരിട്ടിയിലെ കൊട്ടകപ്പാറ എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന് അന്ത്യവിശ്രമ സ്ഥാനമായിട്ട് അദ്ദേഹം അവരോട് തന്നെ പറഞ്ഞു വെച്ചത്. അതുമാത്രമല്ല, ആധുനിക വൈദ്യശാസ്ത്രത്തിലും ഈ അച്ഛൻ പല സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അദ്ദേഹം കുടിലുകളിലേക്ക് പോകുമ്പോൾ തന്നെ എപ്പോഴും ഒരു മെഡിസിൻ ബോക്സ് അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടാകുമെന്ന്. അപ്പോൾ പൊതു ആരോഗ്യത്തെക്കുറിച്ചും അദ്ദേഹം വളരെ ആളുകൾക്ക് അവബോധം നൽകി, അവർക്ക് ചികിത്സകൾ നടത്തി. അങ്ങനെ പല പ്രവർത്തനങ്ങളും അദ്ദേഹം ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുകൊണ്ടെല്ലാം മേലേക്കിടയിലുള്ള ആളുകൾക്ക് അവരോടൊരു വിരോധം അച്ഛനോട് ഉണ്ടാകാനായിട്ട് ഇടയായിത്തീർന്നു. അതിനുള്ള കാരണങ്ങൾ ഇങ്ങനെ നമുക്ക് പറയാം. ഒന്ന്, അവർക്ക് ലഭിച്ചിരുന്ന ചീപ്പ് ലേബർ,
അതായത് വളരെ തുച്ഛമായ പൈസ മാത്രമാണ്, അല്ലെങ്കിൽ തുച്ഛമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർക്ക് എന്ത് ചെയ്തിരുന്നത്, കൊടുത്തിരുന്നത്. അപ്പോൾ ഇവരൊക്കെ ഒരു അവബോധം വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ കുട്ടികളെ സ്കൂളിലേക്ക് വിദ്യാഭ്യാസത്തിന് അയക്കുന്നു. അപ്പോൾ അടുത്ത നെക്സ്റ്റ് ജനറേഷൻ എന്തിനില്ല, ജോലിക്ക് ആളെ കിട്ടാതെയായി. പിന്നെ ഇവർക്ക് ലഭിച്ചിരുന്ന ബഹുമാനം, സ്ഥാനം, നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. താഴേക്കടയിലുള്ള ആളുകളൊക്കെ പഠിച്ച് നല്ല ഉദ്യോഗങ്ങളിൽ വലിയ വലിയ സ്ഥാനങ്ങളിലെത്തി. അപ്പോൾ ഈ താഴേക്കടയിൽ ഈ നേരത്തെ മുമ്പ് വലിയ സ്ഥാനം ഉണ്ടായിരുന്ന ആളുകൾ ഇവരുടെ അടുത്ത് ഓച്ചാനിച്ച് നിൽക്കുകയാണ് കാര്യങ്ങൾ നേടാനായിട്ട്. അപ്പോൾ ഇവരുടെ മാനസികാവസ്ഥ വളരെ നമ്മൾ ചിന്തിച്ച് നോക്കുക. ഹൈ പൊസിഷൻസിലും അതുപോലെ തന്നെ ക്ലർക്കുകളായിട്ടും പല ജോലികളിൽ അധ്യാപകരായിട്ടും ഒക്കെ താഴേക്കടയിലുള്ള ആളുകൾ വരികയാണ്. അപ്പം മേലേക്കടയിലുള്ള ആളുകൾക്ക്, ബ്രാഹ്മണർക്ക് ഇവരുടെ മുന്നിൽ നിന്ന് ഓച്ചാനിച്ച് നിൽക്കാൻ അവർക്ക് അത്രയും വിദ്യാഭ്യാസമില്ല. ഇവർക്ക് മോഡേൺ വിദ്യാഭ്യാസമാണ് ലഭിച്ചത്. അപ്പോൾ അവരുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കാനായിട്ട് ഇവർക്ക് ഭയങ്കര പ്രശ്നമായി. അപ്പോൾ ഈ എതിർപ്പെല്ലാം ആരുടെ മേലിലാണ് വരിക? മിഷണറിമാരോടുള്ള എതിർപ്പുകളും ആയി മാറിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല, വളരെ ദൂരത്ത് നിർത്തിയിരുന്ന ഇവർ ഇപ്പം എന്ത് ചെയ്യാണ്? അവരിപ്പം അവരുടെ മുമ്പിലൊന്ന് നിൽക്കണം, മറ്റവർ ഇരിക്കണം. ഒപ്പം അവർക്ക് ഇരിക്കാൻ പോലും അർഹത ഉണ്ടായിരുന്നവരല്ല. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന മാറ്റത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക. അത് അവർക്ക് ഒരിക്കലും ദഹിച്ചില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഉയർന്ന വിദ്യാഭ്യാസവും ഉയർന്ന ജോലികളും സമൂഹത്തിലെ എല്ലാ തുറയിലും ഉന്നത ജീവിതത്തിലേക്ക് ഇവരെ കൈപിടിച്ചുയർത്തിയത്, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഈ മേലേക്കിടയിലുള്ള ആളുകൾക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ടാഫറേൽ അച്ഛൻ ഒരു ഡിസ്പെൻസറിയും പ്രസവ വാർഡും അതുപോലെ തന്നെ ഒരു നഴ്സിംഗ് സ്ഥാപനവും കണ്ണപുരത്ത് സെൻറ്റ് മാർട്ടിൻ ഡി പോറസ് എന്ന പേരിൽ ഒരു ആശുപത്രിയും ആരംഭിച്ചു. 1960 ഇരിട്ടിയിലെ കൊട്ടുകപ്പറയിൽ ഒരു സ്കൂളും ഡിസ്പെൻസറി ആരംഭിച്ചു. പുലയർക്ക് മാത്രമല്ല, സമുദായത്തിലെ എല്ലാ ജാതിയിൽപ്പെട്ടവരും അവിടെ വിദ്യാഭ്യാസം ചെയ്തിരുന്നു. എതിർത്ത ആളുകൾ പോലും പിന്നീട് അവിടെ വിദ്യാഭ്യാസത്തിനായി വന്നു എന്നുള്ളത് ഒരു കാവ്യ നീതിയായി നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, LP സ്കൂളുകൾ, UP സ്കൂളുകൾ, പിലാത്തറ, ധാരാളം പേരുകൾ അതിനകത്തുണ്ട് സ്കൂളുകളൊക്കെ ഇവിടെ ആരംഭിച്ചത്. ഞാനത് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കത്തോലിക്ക സ്ഥാപനങ്ങൾ തന്നെ വ്യക്തമായിട്ടുള്ളൊരു രേഖ ലഭ്യമല്ല. 1000-ലടുത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും 400-ഓളം ആശുപത്രികളിലും ഡിസ്പെൻസറികളൊക്കെ ആയിട്ട് നമ്മുടെ ഈ മലബാർ പ്രദേശത്ത് ഈ കത്തോലിക്കർക്ക് തന്നെയുണ്ട്. എന്നാൽ പ്രൊട്ടസ്റ്റൻ്റുകാർക്ക് വേറെയുമുണ്ട്. അപ്പം ആലോചിച്ചോളുക, ഇവിടെ ഇന്ന് സമൂഹത്തിൽ നമ്മളെ നിന്ന് കുറ്റം പറയുന്ന ആളുകളൊക്കെ ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവർ, ഈ പരിചരണം ലഭിച്ച, ആരോഗ്യം ലഭിച്ചവരാണ് ഇന്ന് ക്രൈസ്തവരെ കുറ്റപ്പെടുത്തുന്നത്, മിഷണറിമാരെ കുറ്റപ്പെടുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ആവശ്യമുണ്ട്. മാത്രമല്ല, സ്ത്രീ ശക്തീകരണത്തിനും ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉപോത്ബലകമായി എന്ന് നമ്മൾ സ്മരിക്കേണ്ടതാണ്. ഞാൻ പെട്ടെന്ന് മിഷണറിമാരുടെ പ്രവർത്തനത്തെക്കുറിച്ചും കൂടി പറഞ്ഞിട്ട്, ബാസൽ മിഷണറിമാരുടെ, പ്രൊട്ടസ്റ്റന്റുകാരുടെയും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബാസൽ ഇവാഞ്ചലിക്കൽ സൊസൈറ്റിയുടെ മിഷണറി പ്രവർത്തനം നമുക്കറിയാം. ആ സമയത്ത് കേരളം 3 സ്ഥലങ്ങളായിട്ട് തിരുവിതാംകൂർ, കൊച്ചി, അതുപോലെ തന്നെ മലബാർ ജില്ല 3ആയിട്ട് തിരിക്കപ്പെട്ടിരുന്നു. 1798 ടിപ്പുവിൻ്റെ പരാജയത്തോടെയാണ് ഈ മലബാർ ഒരു ബോംബെ പ്രസിഡൻസിയുടെ ഭാഗമായി. പിന്നീട് അത് മദിരാശി പ്രസിഡൻസിയുടെ ഭാഗമായി തീർന്നു. മലബാർ ഒരു 150 കിലോമീറ്റർ നീളവും 32 മുതൽ 241 വരെ കിലോമീറ്റർ, എന്ന് വെച്ചാൽ പഴയ മദ്രാസ് പ്രസിഡൻസി എന്ന് പറയുന്നത് കേരളം മാത്രമല്ല, കർണാടകയുടെ കുറേ പ്രദേശങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന വലിയൊരു പ്രദേശമായിരുന്നു. അപ്പോൾ ആ ഒരു മലബാറിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്നത് പല രീതിയിലുള്ള ഭൂമി ഇടപാടുകളും പാട്ടവ്യവസ്ഥകളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് സെമീന്ദാരി സിസ്റ്റം, അന്ന് ബംഗാളിലൊക്കെ ഉണ്ടായിരുന്ന സെമീന്ദാരി സിസ്റ്റമാണ് ആദ്യം. സെമീന്ദർമാരാണ്, അവർ ഇടനിലക്കാരാണ്. രാജാക്കന്മാരുടെയും ഏറ്റവും ഉന്നത ശ്രേണിയിൽപ്പെട്ട ആളുകളുടെ ഇടയിലും സാധാരണ ആളുകളുടെ ഇടയിൽ ഒരു സെമീന്ദാരി സിസ്റ്റം എന്നറിയപ്പെടുന്നത്. വിശദമായിട്ട് പറയാനായിട്ട് സമയമില്ല. അതിനുശേഷം മലബാറിൽ പിന്നീടുണ്ടായ സിസ്റ്റത്തെ റയോട്ട് വാരി സിസ്റ്റം എന്ന് പറയുന്നത്. റയോട്ട് വാരി സെറ്റിൽമെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഭൂനികുതിയോടുള്ള ബന്ധത്തിൽ റയോട്ട് എന്ന് പറഞ്ഞാൽ കർഷകൻ എന്നാണ് അർത്ഥം. റയോട്ട്, കർഷകനും സ്റ്റേറ്റും തമ്മിലുള്ള ബന്ധത്തിലെ ഒരു കോൺട്രാക്റ്റ് ആയിരുന്നു ബ്രിട്ടീഷുകാരുടെ കൈവശം വന്നപ്പോൾ അവരാരംഭിച്ചത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സെമീന്ദാരി സിസ്റ്റം മാറ്റിയിട്ട്
അതിന് പകരം റയോട്ട് വാരി സിസ്റ്റം വന്നു. ആ റയോട്ട് വാരി സിസ്റ്റം വന്നതിൻ്റെ അനന്തരഫലമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു വിപ്ലവമാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു, മലബാർ ലഹള, മാപ്പിള ലഹള എന്നറിയപ്പെടുന്നത്. മാപ്പിള ലഹള എന്ന 1920-21 കാലഘട്ടത്തിൽ മാപ്പിള ലഹള ഉണ്ടായി. അതിന് നിദാനമായി തീർന്ന ഒരു കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ റയോട്ട് വാരി സിസ്റ്റം. നിങ്ങൾ ബേസൽ മിഷൻ എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡിലാണ് രൂപം കൊണ്ടത്. ഈ കാൽവിനിസത്തെ ബേസ് ചെയ്തുകൊണ്ട്, കാൽവിനിസം എന്ന് പറയുന്നത് റിഫോംഡ് തിയോളജി, സ്വിറ്റ്സർലാൻഡിലും അതുപോലെ തന്നെ യൂറോപ്പിൻ്റെ ആ ഭാഗത്തൊക്കെ രൂപപ്പെട്ട ഒരു പ്രസിദ്ധനായ വ്യക്തിയായിരുന്നു കാൽവിൻ. അപ്പോൾ കാൽവിനിസത്തെ ബേസ് ചെയ്തുകൊണ്ട് ആരംഭിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു ബേസൽ മിഷൻ. ആ ബേസൽ മിഷൻ 1834 കമ്പനി ചാർട്ടർ പുതുക്കിയപ്പോൾ അതുവരെയും ഇന്ത്യയിൽ മിഷണറിമാർക്ക് വന്ന് പ്രവർത്തിക്കാനായിട്ട് അനുവാദം കൊടുത്തിരുന്നില്ല. അന്നത്തെ ഭരണാധികാരികൾ നമുക്കറിയായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ വന്ന് കച്ചവടത്തിന് വേണ്ടി വന്ന് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയും അവർക്ക് ട്രേഡാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അവർ മിഷണറിമാർ ഇന്ത്യയിലേക്ക് വരുന്നതിനെ അവർ ഒരിക്കലും അനുകൂലിച്ചിരുന്നില്ല. പക്ഷേ 1834 കമ്പനി ചാർട്ടർ അവർ പുതുക്കേണ്ടി വന്നപ്പോൾ പാർലമെൻറ്റിൻ്റെ സമ്മർദ്ദമുണ്ടായതിൻ്റെ ഫലമായി ഇന്ത്യയിലേക്ക് മിഷണറിമാരെ അയക്കാനായിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് നിയമം പാസ്സാക്കി. അതുകൊണ്ട് ഇവരെ അനുവദിക്കേണ്ടി വന്നു. അങ്ങനെയാണ് ബേസൽ മിഷണറിമാർ ഇന്ത്യയിലേക്ക് വരാനായിട്ട് ഇടയായിത്തീർന്നത്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ അതിൻ്റെ ഉത്ഭവത്തെ സംബന്ധിച്ചും കാര്യങ്ങൾ രേഖപ്പെടുത്തിയുള്ളതുകൊണ്ട് ഞാൻ വിശദമാക്കുന്നില്ല. അന്നുണ്ടായിരുന്ന കാർഷിക വ്യവസ്ഥതയെക്കുറിച്ചാണ് ഇവിടെ ഈ പാറ്റേൺ ഓഫ് ലാൻഡ് ടെനേഴ്സ് ഇൻ മലബാർ. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും, ജന്മം, കാണം എന്നൊക്കെ പറയുന്ന സാധനം എന്താണ്, അതിനെ സംബന്ധിച്ച കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 4 വിഭാഗിച്ചിരുന്നു. ഇവിടുത്തെ ഭൂമി വ്യവസ്ഥ 4 വിഭാഗിച്ചിരുന്നു. ഒന്നാമത്തത് പുരോഹിതർക്കും ഭരണാധികാര ഉദ്യോഗസ്ഥർക്കും. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്രാഹ്മണരും രാജാവ്, ആഠ്യരായ നായന്മാരും. ഈ 3 വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ജന്മാവകാശം, ഭൂമിക്ക് ജന്മാവകാശം നൽകിയിരുന്നത്. അപ്പോൾ ആധാരത്തിൽ നമുക്ക് പഴയ ആധാരങ്ങൾ എടുത്താൽ കാണാം ജന്മാവകാശം എന്ന് പറയുന്ന അതാണ് ഏറ്റവും ടോപ്പിലുള്ളത്. രണ്ടാമത്തത് കാണം എന്ന് പറയും. അത് ഒരു ഉയർന്ന പാട്ട അധികാരമാണ്. ക്രമസമാധാന പാലകരായ പട്ടാളക്കാർക്ക്, അന്നത്തെ രാജ്യ സംരക്ഷകർ, അതുപോലെ തന്നെ ഭരണവ്യവസ്ഥയിലുള്ള ഉദ്യോഗസ്ഥർ, അവർ നായന്മാരും നമ്പ്യാർമാരും, അവർക്ക് നൽകിയിരുന്ന പാട്ടവ്യവസ്ഥയാണ് കാണം എന്ന് പറയുന്നത്. ഇതൊരു ഉയർന്ന അധികാരമായിരുന്നു. മൂന്നാമത്തെ ഇതാണ് വ്യവസായ ഉൽപ്പാദകർ, കച്ചവടക്കാർ, കരകൗശലക്കാർ, അതിനെ ഡ്രൈ ലാൻഡ് ലേബർ, അതായത് കരഭൂമിയുമായി ബന്ധപ്പെട്ടത്, അതിനെ വെറും പാട്ടം എന്ന് പറഞ്ഞിരുന്നത്. വെറും പാട്ടം താഴ്ന്ന അധികാരമാണത്. അതിലുണ്ടായിരുന്നത് താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട നായന്മാരും ഈഴവരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും. ഇവർക്ക് ലഭിച്ചിരുന്ന പാട്ടം, രാജാവ് നൽകിയിരുന്ന പാട്ടമാണ് വെറും പാട്ടം എന്നറിയപ്പെടുന്നത്. വെറും പാട്ടം. ഇനി അതിന് താഴെ നനഞ്ഞ മണ്ണിലെ കൃഷി, വെറ്റ് ലാൻഡ് ലേബർ, അത് കാർഷിക പണി, തീയന്മാർ, പുലയർ, ചെറുമർ എന്നീ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നൽകിയിരുന്ന പാട്ടം. ഇങ്ങനെ 4 തരത്തിലുള്ള ഭൂമിയോട് ബന്ധപ്പെട്ട വ്യവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ മുകളിലുള്ള 2 കൂട്ടരെന്ത് ചെയ്യും, അവരുടെ ഭൂമി ഈ ഏറ്റവും താഴേക്കടയിലുള്ള ആളുകൾക്ക്, അതിൻ്റെ തൊട്ട് താഴെയുള്ള വെറും പാട്ടത്തിനായിട്ട് ഭൂമി കൊടുക്കും, അല്ലെങ്കിൽ കാർഷിക പണിക്കായിട്ട് കുറേ ആളുകളെ ഏൽപ്പിക്കും. അവർ പണി ചെയ്തിട്ട് ഈ വെറും പാട്ടക്കാർ അതിൻ്റെ ഇത്ര % എടുക്കും, ഇത്ര ശതമാനം എടുക്കും, ബാക്കിയുള്ളത് മുകളിലോട്ട് കൊടുക്കണം. അതായിരുന്നു വ്യവസ്ഥ. ഈ കാർഷിക പണി ചെയ്യുന്നവർക്ക് അതിൽ നിന്നൊന്നും എടുക്കാൻ പാടില്ല. അതിൽ നിന്നൊരു തുച്ഛമായിട്ടുള്ള അവരുടെ അന്നത്തിനുള്ളത് പോലും നൽകിയിരുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ ഇതാണ് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ മലബാറിൽ നിലനിന്നിരുന്ന വ്യവസ്ഥ. ആ വ്യവസ്ഥ അവർ മാറ്റിയിട്ടാണ് എന്ത് ചെയ്തത്, റയോട്ട് വാരി സിസ്റ്റം എന്നുള്ളത് നടപ്പിലാക്കിയത്. റയോട്ട് വാരി സിസ്റ്റം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ നേരിട്ട് ഭൂമി എന്ത് ചെയ്തു, കർഷകർക്ക് കൊടുക്കാനുള്ള ഒരു ഏർപ്പാടിലേക്ക്, റയോട്ട് എന്ന് പറയുന്ന കർഷകർ എന്നുള്ളതാണ്, അവരുമായിട്ടുള്ള ഒരു ഏർപ്പാടിലേക്ക് വന്നപ്പോൾ മുകളിലുള്ള 3 വിഭാഗക്കാർക്കും അവർക്കുള്ള വരുമാനം കുറയാനായിട്ട് തുടങ്ങി. അവർക്ക് പ്രശ്നമായി. അങ്ങനെ അതൊരു കാരണം പറഞ്ഞുകൊണ്ടാണ് മാപ്പിള ലഹള ആരംഭിച്ചതെങ്കിലും യഥാർത്ഥത്തിൽ അതിന് പിന്നിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു എന്നുള്ളതാണ്. കാരണം മാപ്പിള ലഹള എന്നറിയപ്പെടുന്നത് അത് ആഗോളമായിട്ട് നടന്ന ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു എന്നുള്ളതാണ് ആധുനികമായിട്ടുള്ള ഹിസ്റ്റോറിയൻസ് അതിനെക്കുറിച്ച് പറയുന്നത്. അതിൻ്റെ പിന്നിൽ മതപരമായിട്ടുള്ള ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷേ
അത് ആളുകളെ പലപ്പോഴും പറഞ്ഞു വരുത്തുന്നത് അതൊരു ബ്രിട്ടീഷുകാർക്കെതിരെയാണ് അത് നടത്തിയിരുന്നെങ്കിലും വാസ്തവത്തിൽ അതിൻ്റെ പിന്നിലുള്ള ചേതോപകാരം മതപരമായിരുന്നു എന്ന് മാത്രം പറഞ്ഞ് ഞാൻ വിടുകയാണ്. അതിനെപ്പറ്റി ശ്രീ അനിൽകുമാർ അയ്യപ്പൻ വിശദമായിട്ടുള്ളൊരു വീഡിയോ തന്നെ ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഫ്യൂഡൽ വ്യവസ്ഥയാണ് നിലനിന്നിരുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഇനി ഡൈമെൻഷൻസ് ഓഫ് ഇൻഡസ്ട്രീസ്. ഇവിടെ ഇവർ ഈ ബേസൽ മിഷൻ്റെ മാത്രം ഒരു പ്രത്യേകത, അവർ ഭാരതത്തിൽ എന്ത് ചെയ്തു, വ്യവസായവൽക്കരണം നടത്തി എന്നുള്ളതാണ് അവരെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട. ഇന്ത്യയിൽ വന്ന മറ്റുള്ളവരൊക്കെ ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ സ്കൂളുകളും ആരംഭിച്ചു. പക്ഷേ ബേസൽ മിഷൻ്റെ ഒരു പ്രത്യേകത, അവരിവിടെ വ്യവസായവൽക്കരണം നടത്തി. അവരാരംഭിച്ചിരുന്ന ഇൻഡസ്ട്രിയെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന നോക്കുക, വീവിങ് നെയ്ത്തുശാലകൾ 5 എണ്ണം ആരംഭിച്ചു. 1294 പേർക്ക് തൊഴിൽ നൽകി. ടൈൽ ഫാക്ടറികൾ 4 എണ്ണം ആരംഭിച്ചു. 1134 പേര് അവിടെ നേരിട്ട് ജോലി ചെയ്തിരുന്നു. ടോട്ടൽ 9 എണ്ണമാണ്. 2424 പേര് നേരിട്ട് തൊഴിൽ കൊടുത്തു. ഇത് പഴയ കാലത്താണ്, ആലോചിക്കണം. അപ്പോൾ മുകളിൽ പറഞ്ഞ ഫാക്ടറികൾ ഏറ്റവും ആധുനികവും യൂറോപ്പിൽ നിലവരുന്ന ഫാക്ടറികളോട് കിടപിടിക്കുന്നതുമായിരുന്നു. നെയ്ത്തുശാലകളിൽ നിന്നും ഡെമാസ്ക് ലിനൻ കൗണ്ടർ പെയിൻസ് എന്ന് വെച്ചാൽ ചിത്രവേല നിറഞ്ഞ കർട്ടനുകൾ, ചിത്രവേലയുള്ള കർട്ടനുകൾ, അതുപോലെ തന്നെ ടവലുകൾ, ട്രൗസേഴ്സ്, കോട്ടുകൾ, ഷർട്ടുകൾ, ജേഴ്സി, അതുപോലെ തന്നെ ഹോയ്സറി ഉൽപ്പന്നങ്ങൾ എന്ന് വെച്ചാൽ കാലുറ, അണ്ടർവെയർസ്, ഇതൊക്കെയായിരുന്നു ഇവർ ഉൽപ്പാദനം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള സ്ഥാപനങ്ങളിൽ നിന്നാണ് അന്നത്തെ ലീഡിംഗ് ആയിട്ടുള്ള ഇന്ത്യൻ റെയിൽവേസിനും അതുപോലെ തന്നെ എയർവേസിനും സാധനങ്ങൾ സപ്ലൈ ചെയ്തിരുന്നത്. അപ്പോൾ മലബാറിലെ ആളുകളിലെ ആധുനിക വ്യവസായവൽക്കരണത്തിലേക്ക് ഇവർ വഹിച്ച പങ്കിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. ആദ്യമായിട്ട് ലോകോത്തരമായിട്ടുള്ള അന്നത്തെ ഇതിനോട് കിടപിടിക്കുന്ന ഫാക്ടറികളാണ് ഇവിടെ ഉണ്ടാക്കിയിരുന്നത്. ഇവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നു. വിദേശത്തേക്ക് അധികവും കയറ്റുമതിയാണ് ചെയ്തിരുന്നത്. ഇവരൊരു വാച്ച് ഫാക്ടറി ആരംഭിച്ചു. പക്ഷേ ലോക്കൽ ആളുകൾ വാച്ച് വാങ്ങാനായിട്ട് അവർക്ക് കൽപ്പില്ലാത്തതുകൊണ്ട് ഫാക്ടറി പൂട്ടിപ്പോയി. ഓക്കെ, ഇനി ഞാൻ ഫാസ്റ്റായിട്ട് പോട്ടെ. നെക്സ്റ്റ്, ടൈലുകൾ സെറാമിക് ടൈൽസ്, റൂഫിംഗ് ടൈൽസ്, ഫ്ലോറിംഗ് ടൈൽസ്, സോൾട്ട് ഗേസ്ഡ് പൈപ്പ്സ്, ഓർണമെൻ്റൽ പോട്ടറി എന്ന് വെച്ചാൽ വർണ്ണങ്ങൾ നിറഞ്ഞ പല മനോഹരമായിട്ടുള്ള ഓട്ടുപാത്രങ്ങൾ, സീലിംഗ് ടൈൽസ്, അതിനെ നമ്മളിന്ന് ഹുർദീസ് എന്ന് പറയില്ലേ, ഹുർദീസ്, അതുപോലെ തന്നെ വെന്റിലേറ്റർ ടൈൽസ്, മുകളിലിങ്ങനെ പ്രകാശം വരാനായിട്ടുള്ള ഗ്യാപ്പ് ഇടുന്ന ഓട്ടയുള്ള ടൈൽസ്, അങ്ങനെ പല മോഡൽ ടൈൽസുകൾ ഇവർ ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, പഴയകാലത്ത് ഓടിട്ട വീടുകൾ പോലും സാധാരണക്കാരനായ ആളുകൾക്ക് പാടില്ലായിരുന്നു. ഓടിട്ട വീട് വയ്ക്കണമെങ്കിൽ അതിന് നികുതി ചുമത്തിയിരുന്നു. മനസ്സിലായിരുന്നു? അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് സാധാരണക്കാർക്ക്, ഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു വ്യവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇനി അവർ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി. നെക്സ്റ്റ്, അവർ നമുക്ക് തന്ന സാങ്കേതികത്വം, ഇൻട്രൊഡക്ഷൻ ഓഫ് ഫ്ലൈ ഷട്ടിൽ. മറ്റേതറിയാം, തറി ഇങ്ങനെ കൈകൊണ്ട് ചെയ്യുന്ന തറിയിൽ ആദ്യം ഒരെണ്ണം ഒത്തിരി സമയം എടുക്കും. ഒരു പ്രോഡക്റ്റ് ഇറങ്ങാനായിട്ട് ദിവസങ്ങളോളം, മാസങ്ങളോളം എടുക്കുമായിരുന്നു. പക്ഷേ ഈ ഫ്ലൈ ഷട്ടിൽ കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ ആ സമയത്താണ് ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഇന്ത്യയിലേക്ക് ഇവർ കൊണ്ടുവന്നു. അതുകൂടാതെ യൂസ് ഓഫ് ഫ്രെയിം ലൂംസ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ബൈ 200%. 200% പ്രൊഡക്ടിവിറ്റിയാണ് വർദ്ധിച്ചത്. നമ്മളൊന്ന് മനസ്സിലാക്കുക, പ്രോഡക്റ്റുകൾ വളരെ ഫാസ്റ്റായിട്ട് ഇറങ്ങാനായിട്ട് ഇടയായി തീർന്നു. പല ഡിസൈനർ, ജക്കാർഡ് ലൂം എന്നൊക്കെ പറയുന്ന, ജക്കാർഡ് ലൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല പാറ്റേണിലുള്ളത്. ഇപ്പോൾ നമ്മൾ പല പാറ്റേണിലുള്ള ഡ്രസ്സ് ഇറങ്ങുന്നുണ്ടല്ലേ. മറ്റേത് ഒറ്റൊരു രീതിയിൽ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനത്തെ സാധനങ്ങൾ മാത്രം ഇറങ്ങിയിരുന്നു. പക്ഷേ അതിനകത്ത് എങ്ങനെ ഏത് പാറ്റേണിൽ വേണമെങ്കിലും ഉണ്ടാകുന്ന ജക്കാർഡ് ലൂം എന്ന് പറയും, ജക്കാർഡ് തറി. അത്തരം തറികളൊക്കെ ഏറ്റവും ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്, മലബാറിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇവർ ചെയ്ത വലിയൊരു സേവനം. അപ്പോൾ അതുകൊണ്ട് എന്താ സാധിച്ചത്? വീവിങ് ഓഫ് വെറൈറ്റി ഓഫ് ഡിസൈൻസ്, അതുപോലെ തന്നെ യൂസ് ഓഫ് കെമിക്കൽ ഡൈസ്, വസ്ത്രത്തിന് നിറം കൊടുക്കുന്ന പരിപാടി അവരാരംഭിച്ചു. ഇപ്പം നമ്മുടെ ഇവിടുത്തെ പട്ടാളക്കാരും പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഡ്രൈവർമാരൊക്കെ ഇടുന്ന നിറം ഏതാ? കാക്കി. ഈ കാക്കി കണ്ടുപിടിച്ചാരാ?
ഒരു മിഷണറിയാണ്, മംഗലാപുരത്ത് വന്ന ഒരു മിഷണറിയാണ് ഈ അവിടെ ഉള്ള നമ്മുടെ കശുമാവിൻ്റെ ഒരു കറിയും വേറൊരു ഇതും കൂടി മിക്സ് ചെയ്തിട്ടാണ് അദ്ദേഹം ഇത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഹണ്ടിങ്ങിനൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് കാണരുത് അല്ലേ, അതിന് വേണ്ടിയിട്ടുള്ളൊരു നിറം അദ്ദേഹം പരിശ്രമിച്ച് കണ്ടുപിടിച്ചു. ഒരു മിഷണറി കണ്ടുപിടിച്ചതാണ്. ആ നിറം പിന്നീട് അവിടുത്തെ പോലീസ് മേധാവിനെ എന്ന് വെച്ചാൽ ഈ ഇവരയക്കുന്ന പോലീസ് മേധാവിയാണ് അവിടെ ഉള്ളത്, അദ്ദേഹത്തെ കാണിച്ചപ്പോൾ അദ്ദേഹം ഉടനെ അത് അവരുടെ കുപ്പായമായിട്ട് യൂണിഫോമായിട്ട് മാറി. അങ്ങനെയാണ് ഇന്ന് ലോകവ്യാപകമായിട്ട് ഈ കാക്കി കുപ്പായം ഉപയോഗിക്കുന്നത്. അത് ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിൽ എൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ അറിവിനായിട്ടൊന്ന് പരാമർശിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ ഒത്തിരി തരത്തിലുള്ള സേവനങ്ങളാണ് ഇവർ നൽകിയിരിക്കുന്നത്. ബേസൽ മിഷൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടായ നെറ്റ് റിസൾട്ട് എന്താണ്? ഒരു പുതിയ ജനവിഭാഗം ഇവിടെ ഉടലെടുത്തു. ക്രൈസ്തവരായി തീർന്നവരും ബേസൽ മിഷനുമായി അടുത്ത് ഇടപഴകി വരും, എന്നാൽ മതം മാറ്റം നടത്താത്തവരും അടങ്ങിയ ഒരു കൂട്ടം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ വിവിധ തരത്തിലുള്ള ജോലി, അവരുടെ സ്കൂളുകളിലും തൊഴിൽശാലകളിലും ജോലി ചെയ്തിരുന്ന ആളുകളുണ്ട്. നെയ്ത്ത് ശാലകളിലും ടൈൽ ഫാക്ടറികളിലൊക്കെ ആയിട്ടുള്ളൊരു ടീച്ചേഴ്സ്, ഇങ്ങനെ ഒരു 30,000 പേരടങ്ങുന്ന ഒരു സമൂഹം ഇവരെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. ഇവർ നമുക്കറിയാം, മുമ്പ് ജാതി വ്യവസ്ഥയിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഒന്നിച്ചിരിക്കാൻ പോലും പാടില്ല. ഒരു പുലേനുമായിട്ട് ബ്രാഹ്മണൻ 64 അടി ദൂരെ നിൽക്കണം. ആലോചിക്കുക, 64 അടി ദൂരം പാലിച്ചിരിക്കണം. 64 അടി. തീരുന്നായിരുന്നു തമ്മിൽ 14 അടി ദൂരം പ്രാപിക്കണമായിരുന്നു, ദൂരത്ത് നിൽക്കണമായിരുന്നു. അപ്പം ഈ ജോലിക്ക് വന്നവരിൽ അതുപോലെ ക്രിസ്ത്യാനിത്വം സ്വീകരിച്ചിരുന്ന എല്ലാ ടൈപ്പ് ആളുകളും ഉണ്ട്. അപ്പം എല്ലാ ടൈപ്പ് ആളുകളും കൂടി ഈ തൊഴിലിടങ്ങളിൽ മുട്ടിയൊരുമി ജോലി ചെയ്യാൻ ആരംഭിച്ചു. അവരൊന്നിച്ച്, നമ്മളിത് പറയുമ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ്, ഇതിൻ്റെ ഉണ്ടാക്കിയ ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അങ്ങനെയുള്ളൊരു വ്യവസ്ഥിതിയിലാണ് ഇങ്ങനെ ഒരു സമൂഹം രൂപപ്പെട്ടത്. അപ്പോൾ അവരുടെ ഉള്ളിൽ ഈ ജാതി അയിത്ത ചിന്തകൾ, അതുപോലെ ചണ്ടാളരെ കാണാൻ പോലും പാടില്ലായിരുന്നു. ഇവർ വരുന്ന വഴിയിൽ നിന്ന് ഒളിച്ച്, പൊന്തക്കാടുകളിൽ ഒളിച്ച് നിൽക്കണം. അവർ പോകുന്ന വഴിയിൽ ചൂലുണ്ടായിരുന്നു, ആ ചൂല് കൊണ്ട് ഇവർ നടക്കുന്ന ഇങ്ങനെ പോകുമ്പോൾ അത് തുടച്ച് വേണം പോകാൻ. അങ്ങനെയുള്ള ഒരു വ്യവസ്ഥതയിൽ നിന്നാണ് നമ്മളിന്ന് പാൻറ്റും കോട്ടക്കിട്ട് ഇങ്ങനെ നിൽക്കുന്നതെന്ന് പ്രിയപ്പെട്ടവരെ ഓർക്കണം. അതിന് കാരണമായി തീർന്നത് ഈ മിഷണറിമാരുടെ വേർപ്പും പ്രയത്നവും. അവർ സുഖസൗകര്യങ്ങൾ വെടിഞ്ഞുകൊണ്ട് ഭാരതത്തിൽ വന്നത് കേവല മതം മാറ്റം എന്നുള്ളതല്ല, ദൈവസ്നേഹത്തിൻ്റെ സ്പർശം ആളുകളുടെ ജീവിതത്തെ കൈപിടിച്ചുയർത്തുന്ന സമുന്നതമായിട്ടുള്ള ഒരു കാര്യമാണ് സുവിശേഷം എന്നുള്ള ബോധ്യത എത്രത്തോളം നമുക്കുണ്ട്. ആ ഒരു അവബോധം ക്രൈസ്തവരായ നമ്മൾ ഉൾക്കൊള്ളണം. സുവിശേഷത്തെ ആരും തടയാൻ ശ്രമിക്കരുത്. അത് ദൈവത്തിൻ്റെ ശക്തിയാണ്, ഡൈനാമിക് പവർ എന്നാണ് ബൈബിളിൽ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആരതിനെതിരെ നിന്നിട്ടുണ്ടോ അവരെല്ലാം തച്ചുടയ്ക്കപ്പെട്ടിട്ടുണ്ട്. ബൈബിളിനെ ആരെല്ലാം തകർക്കാൻ ശ്രമിച്ചാലും തകർക്കാൻ കഴിയാത്ത ദൈവത്തിൻ്റെ വചനമാണ് ബൈബിൾ എന്നുള്ളത് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ തച്ചുടയ്ക്കും. മലബാറിലെ ഈ ജാതി വ്യവസ്ഥ ഉടയ്ക്കപ്പെടാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ഇന്ത്യയിലെ വളരെ പഴക്കമുള്ള ഒരു സ്ഥാപനമാണ് ജാതി. അപ്പോൾ ഈ ജാതി വ്യവസ്ഥ അവരുടെ ഉത്ബോധമായിട്ട് നാച്ചുറലി അവർ വളർന്നു വരുമ്പോൾ തന്നെ ഈ ഒരു അവബോധത്തിലാണ് അവൾ വന്നിരുന്നത്. അപ്പോൾ ഒരു ജാതിയിൽ ജനിക്കുന്നവൻ ആ ജാതിയിൽ തന്നെ മരിക്കും. നമുക്കറിയാം, ക്ലാസ്സും ഉണ്ട് കാസ്റ്റും ഉണ്ട് അല്ലേ. ക്ലാസ് ആൻഡ് കാസ്റ്റ് രണ്ടെണ്ണം ഉണ്ട്. ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? ഒരാൾ ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക് അവന് മൂവ് ചെയ്യാം ജീവിതകാലത്ത്. എങ്ങനെ? നമ്മൾ കുറച്ച് പരിശ്രമിച്ച് കഴിഞ്ഞാൽ, ജോലിയെടുത്ത് പൈസ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിൽ നിന്ന് നമുക്ക് ലോവർ ക്ലാസ്സിൽ നിന്ന് അപ്പർ ക്ലാസ്സിലേക്ക് മൂവ് ചെയ്യാം. പക്ഷേ കാസ്റ്റിൻ്റെ ദൃഢത എന്താണെന്ന് വെച്ചാൽ, കാസ്റ്റിൽ നിന്ന് ലോവർ കാസ്റ്റിൽ നിന്നുള്ള ആളുകൾക്ക് ജനിക്കുമ്പോൾ എന്ത് ജാതിയാണോ അതേ ജാതിയിൽ മരിക്കണം. ആലോചിച്ച് നോക്കുക. അപ്പോൾ വെസ്റ്റിലുണ്ടായിരുന്നത് ക്ലാസ് കോൺഷ്യസ്നെസ് ആണ്. പക്ഷേ ഭാരതത്തിൽ മലബാറിലൊക്കെ നിലനിന്നിരുന്നത് കാസ്റ്റാണ്. അപ്പോൾ ഒരിക്കലും അവൻ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവൻ്റെ മതവും അവൻ്റെ ചിന്തയും അവനെ അനുവദിച്ചിരുന്നില്ല. എന്നാൽ ബേസൽ മിഷൻ പരിവർത്തനം ചെയ്തവരുടെ ഇടയിലെ ജാതി ചിന്ത ഇല്ലാതാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാസ്റ്റിനെ ഇല്ലാതാക്കി. കാരണം എന്താണ്? അവരൊന്നിച്ച് പ്രവർത്തിച്ചു വന്നപ്പോൾ
ഒന്നിച്ച് ഈ സാധനം അപ്പുറത്തോട്ടേ കൊടുക്കണം. അവിടെ നിൽക്കുന്ന ബ്രാഹ്മണനായിരിക്കും, ഇപ്പുറത്ത് വേറെ ആൾ പോലേനായിരിക്കും, അപ്പുറത്ത് പല രീതിയിൽപ്പെട്ട ആളുകളാണ്. അവരെല്ലാം ഇൻട്രാക്ഷൻ നടത്തി. അപ്പോൾ ഈ ജാതി വ്യവസ്ഥ ഈ വ്യവസായങ്ങളിലൂടെ അത് തകരാനായിട്ട് ഇടയായിത്തീർന്നു. വേറൊരു കാര്യം, ഇവർ ഈ ബാസൽ മിഷനിൽ ജോലി ആരംഭിക്കേണ്ടി വന്നതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജാതി വ്യവസ്ഥയിൽപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ പിന്നെ അവൻ എന്തില്ല, ജോലിയില്ല. കാരണം അവനെ കാസ്റ്റിൽ നിന്ന് ഔട്ടായി. അപ്പോൾ ഇവർ നിർബന്ധിതരായി തീർന്നു ഇവർക്കൊരു ജോലി കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ഇവരെന്ത് ചെയ്ത് ആധുനിക തരത്തിലുള്ള വ്യവസായങ്ങൾ ആരംഭിക്കേണ്ട ഒരു നിർബന്ധം മിഷണറിമാർക്ക് വന്നത്. അതുകൊണ്ട് ബാസൽ മിഷൻ പല അന്നത്തെ ഏറ്റവും ലീഡിങ്, നമുക്കറിയാം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ് അല്ലെ, 18-ാം നൂറ്റാണ്ടിലെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആ ഒരു സാധനം ഭാരതത്തിലേക്കും വരാനായിട്ടുള്ളൊരു മുഖാന്തരമായി ഇത് തീർന്നു. പിന്നെ വേറൊരു കാര്യമാണ് കോൺസെപ്റ്റ് ഓഫ് ടൈം, സമയക്രമം. പരമ്പരാഗത സമൂഹത്തിലെ സമയം ആപേക്ഷികമായിരുന്നു, സബ്ജക്റ്റീവ്. അത് നീട്ടാവുന്നതായിരുന്നു. എന്ന് വെച്ചാൽ ഒരു തൊഴിലാളി തൊഴിലിടത്തേക്ക് പോകുന്നത് രാവിലെ വെളുപ്പിനെ വെള്ളം കയറുമ്പോഴത്തേക്കും അവൻ തൊഴിലിടത്തിലെത്തും. പിന്നെ ചൂട് കൂടുമ്പോഴത്തേക്കും അവർ കുറച്ച് നേരം വിശ്രമിക്കാനായിട്ട് പോവുകയും വീണ്ടും കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും കയറുന്ന അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കനത്ത ചൂടിൻ്റെ സമയത്ത് വിശ്രമവും, പിന്നീട് അന്തിമയങ്ങും വരെ ജോലി ചെയ്യണം, അതായിരുന്നു. അപ്പോൾ ജോലിയുടെ ഇത് ആപേക്ഷികമായിട്ട് ഈ ഇതിനെ ആസ്പദമാക്കിയായിരുന്നു. എന്നാൽ ഈ ഫാക്ടറികൾ വന്നപ്പോഴത്തേക്കും നമ്മളിന്ന് ഈ ഒരു സൈറൻ കേൾക്കുന്നില്ലേ? അപ്പോൾ ഈ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ അതിൻ്റെ ഒരു 1.5 കിലോമീറ്റർ അതിൻ്റെ ഉള്ളിലൊക്കെയാണ് അവരുടെ ക്വാർട്ടേഴ്സുകൾ, അവർ താമസിക്കാനുള്ള ഇടങ്ങൾ. അപ്പോൾ ഇവർ ഈ ആധുനിക സൈറൻസ് ഉണ്ടാക്കി. അപ്പോൾ എന്ത് ചെയ്യും, എല്ലാവരും കൃത്യമായിട്ടുള്ളൊരു ടൈമിന് അവിടെ വരുന്നെന്നുള്ള സമയബോധം വളർത്താനായിട്ട്, കോൺസെപ്റ്റ് ഓഫ് ടൈം, അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അവർ മുമ്പുണ്ടായിരുന്ന അവരുടെ ആപേക്ഷികമായിട്ടുള്ള ആ സമയക്രമം മാറി ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു സമയക്രമത്തിലേക്ക് അവരെ വരാനായിട്ട് സാധിച്ചു എന്നുള്ളത്, ഒബ്ജക്റ്റീവായിട്ടുള്ളൊരു സമയക്രമത്തിലേക്ക് വരാനായിട്ട് അവർ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. സമയത്തോട് ബന്ധപ്പെടുത്തി ഒരു നിശ്ചിതമായിട്ടുള്ള തൊഴിൽ ബോധം ഇവരുടെ ഇടയിൽ വളർത്താനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ആ ഒരു ക്രമമാണിന്ന് നമുക്കറിയാം. അതിൻ്റെ ഒരു വളർച്ചയാണ് 8 hours ജോലി ചെയ്യണം അല്ലേ. അപ്പോൾ അവർ കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റാണ് ഇന്ന് നമ്മൾ ആധുനിക സമൂഹം സ്വീകരിച്ചിരിക്കുന്നത്, ടൈം ഫാക്ടർ. അതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഞാൻ ജസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞു വിടുകയാണ്. പിന്നെ ജോലി മാത്രമല്ല, വിശ്രമവും കൂടി അനുവദിക്കണമെന്നുള്ളത്. വർക്ക് ആൻഡ് ലെഷർ അത് പ്രധാനപ്പെട്ടതാണ്. ഒരാളെ ഇങ്ങനെ പണിയെടുപ്പിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ. പഴയ ചിന്താഗതിയാണ് ഇവനെ എങ്ങനെയും പണിയെടുപ്പിച്ച് മാക്സിമം ഒറ്റുക. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട അനിൽ സഹോദരൻ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, ഭക്ഷണത്തിൻ്റെ രാഷ്ട്രീയം. യെസ്. അപ്പോൾ ഈ ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കത്തില്ല. കാരണം ഭക്ഷണം കൊടുത്താലേ അവരുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണം മാത്രം കൊടുക്കുക. അപ്പോൾ എപ്പോഴും ഒരു ഡിപ്പെൻഡൻസി അവരിൽ ക്രിയേറ്റ് ചെയ്യുക, അവരെപ്പോഴും ഈ താഴേക്കിടയിൽ അവർ നിർത്തുക എന്നുള്ളതിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ നമുക്കറിയാം ബൈബിളിലെ യഹൂദന്മാരുടെ ഒരു കോൺസെപ്റ്റായിരുന്നു എന്ത്, ശാബത്ത് അല്ലേ. 6 ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ ദൈവം വിശ്രമിച്ചു എന്നല്ല നമ്മൾ ബൈബിൾ വായിക്കുന്നത്. അപ്പോൾ വിശ്രമം കൊടുക്കേണ്ടത് ആവശ്യമാണ്. കാരണം എന്താണ്, ഒരു റീജുനിഫിക്കേഷൻ, നമ്മുടെ ശരീരത്തിന് ഒരു ഉണർവുണ്ടാകണമെങ്കിൽ ഒരു റെസ്റ്റ് ആവശ്യമാണെന്നുള്ള കോൺസെപ്റ്റ്, ഇതൊക്കെ ബൈബിളിൻ്റെ മഹത്തായ സംഭാവനകളാണ്. അപ്പോൾ ഇത്ര ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവന് ഉറങ്ങി വിശ്രമിക്കേണ്ടത് ആവശ്യമാണെന്നുള്ളൊരു ബോധം ഇവരിൽ വളർത്താനായിട്ടിടയായിത്തീർന്നു. അത് ഈ മിഷണറിമാർ ഇവർക്ക് സമ്മാനിച്ച മറ്റൊരു കോൺസെപ്റ്റാണ്. അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ്, തൊഴിലിനോടുള്ള മനോഭാവം. അതായത് തൊഴിലിനെ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 3:19 നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കണം, മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കണം. അങ്ങനെ ഒരു ശാപം മനുഷ്യന് ലഭിക്കാനായിട്ട് ഇടയായിത്തീർന്നു പാപത്തെ തുടർന്ന് അല്ലേ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ കാൽവിനിസം വളർത്തിക്കൊണ്ടുവന്ന ഒരു ചിന്താഗതിയുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവരുടെ വർക്ക് കൾച്ചർ രൂപപ്പെട്ടത്. വാക്കിലും പ്രവൃത്തിയിലും വിശ്വസ്തത, സ്വയത്തോടും മറ്റുള്ളവരോടും റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വങ്ങൾ നിവർത്തിക്കുന്നതിൽ വിശ്വസ്തരായിരിക്കണം. സമയത്തിൻ്റെ മൂല്യത്തെക്കുറിച്ചുള്ളൊരു അവബോധം ഉണ്ടാകണം. അതുപോലെ ജാഗ്രതയും പ്രതീക്ഷയും, ഹോപ്പ്, ഒരു ജാഗ്രത, ജോലിയോടുള്ളൊരു ജാഗ്രത വേണം. അപ്പം തന്നെ ഒരു പ്രതീക്ഷ ഉണ്ടാകണം, നാളെയെക്കുറിച്ചുള്ള ഒരു വലിയ പ്രതീക്ഷ പുലർത്തണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു കോൺസെപ്റ്റിലാണ് അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ സ്വീകരിക്കാനും അതിനെ അഡോപ്റ്റ് ചെയ്യാനായിട്ടുള്ള മനോഭാവം. നമുക്കറിയാം
നമുക്ക് തന്നെ പുതിയൊരു കാര്യം സ്വീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? പഴയ പല കാര്യങ്ങളെയും കളയാനായിട്ട് നമുക്ക് തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണ്. ഓരോ കാര്യങ്ങൾ നമ്മുടെ ഒരു ശീലമുണ്ട്. പക്ഷേ നല്ല കാര്യങ്ങളെ പെട്ടെന്ന് സ്വാംശീകരിക്കാനായിട്ടുള്ള ഒരു മനോഭാവം, അതെല്ലാം ബൈബിളിൽ നിന്ന് മനുഷ്യന് ലഭിക്കുന്നതായിട്ടുള്ള ഒരു മൂല്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു തൊഴിലിനോടുള്ള മനോഭാവം. അതുപോലെ തന്നെ എഫേസ്യ ലേഖനത്തിലൊക്കെ അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ദൈവത്തിനോട് എന്ന വണ്ണം നമ്മൾ ജോലി ചെയ്യണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഹയർ ഒരാളോട് നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ ദൈവത്തിന് വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്യുന്നു എന്നും മാത്രമല്ല, അത് വൺ സൈഡഡ് അല്ല, തിരിച്ച് ഇവനൊരു സഹോദരനാണെന്നുള്ള ബോധ്യത്തോടു കൂടി തൊഴിലാളിയോട് അവന് വേണ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനായിട്ടുള്ള അങ്ങനെ ഒരു സിസ്റ്റമാണ് ബൈബിൾ നൽകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മാത്രമല്ല, സാങ്കേതികത്വത്തോടുള്ള സമീപനം നോക്കുക. ഈ പഴയ കാലത്ത് നമുക്കറിയാം, ഇവിടെ വന്ന മിഷണറിമാർ ഇവിടുത്തെ ടെക്നോളജിയെ അവർ ഉപയോഗിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഇവിടെയുള്ള മൺപാത്ര നിർമ്മാണക്കാരോട്, അവരുടെ വിദഗ്ധരായിട്ടുള്ള ആളുകളോട് മണ്ണ് തിരഞ്ഞെടുക്കുന്നത്, ഈ മൺപാത്രങ്ങൾ നിർമ്മിക്കാനായിട്ടുള്ള മണ്ണ്, അപ്പോൾ അവർക്കറിയാം, അവർക്ക് ചില ടെക്നിക്സ് ഉപയോഗിച്ച് അവർ ഫെൽസ്പാർ എന്ന് പറയുന്ന കളിമണ്ണാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അത് എവിടെയാണുള്ളതെന്ന് കണ്ടെത്താനായിട്ട് ചില ആളുകൾക്ക് വൈദഗ്ധ്യം നേടിയ ആളുകളുണ്ട്. അങ്ങനെയുള്ളവരുടെ സേവനം അവർ എടുത്തു. പക്ഷേ അവർ ഉപയോഗിക്കുന്ന സാങ്കേതികത്വം അവരുടെ അതിനോടുള്ള പരിചയമാണ്. പക്ഷേ ഇവരെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സ്വിറ്റ്സർലാൻഡിലെ ലാബിലേക്ക് ഇത് അയച്ചു കൊടുത്തിട്ട് നല്ല കളിമണ്ണ് ഏതാണ്, അപ്പോൾ ആ കളിമണ്ണിന് തന്നെ പല വെറൈറ്റി ഓഫ് കളിമണ്ണുകൾ, പല അതിൻ്റെ പ്ലാസ്റ്റിസിറ്റി, അതിൻ്റെ ഇലാസ്റ്റിസിറ്റി, അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് അവർ ലാബ് ടെസ്റ്റ് ചെയ്തിട്ട് അതിന് പല ഗ്രേഡുകളൊക്കെ നൽകി ഇങ്ങനെയുള്ള സാങ്കേതികത്വങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ ഉടയാത്ത ശക്തിയുള്ളതും ആയിട്ടുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു. അപ്പോൾ ഈ രണ്ട് ടെക്നോളജിയും എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം സംയോജിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ പെർസെപ്ഷൻ ഓഫ് ടെക്നോളജി, സാങ്കേതികത്വത്തോടുള്ള സമീപനം, അതിലും വളരെ മാറ്റം വരുത്താനായിട്ട് ഇടയായിത്തീർന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ചില സ്ഥലങ്ങൾ സേക്രഡാണ്, ചിലത് ഭൂതങ്ങളുടെ ആവാസ കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് ചില സ്ഥലത്തൊക്കെ ആളുകൾക്ക് പാർക്കാൻ മടിയാണ്. ഇപ്പോഴും നമുക്ക് അങ്ങനെയുള്ള ചിന്താഗതികളുണ്ട് അല്ലേ, അവിടെ ഭൂതം ഉള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ പാർക്കത്തില്ല. പക്ഷേ ഈ മിഷണറിമാർ വന്നിട്ട് എല്ലാ സ്ഥലവും ദൈവത്തിൻ്റെതാണ്, അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇത് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇവർ വീട് അവിടെ കയറി താമസിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള ഭൂതനിവേശ പ്രദേശങ്ങളെന്ന് പറയുന്ന വീടുകളോ സ്ഥലങ്ങളിലോ ഇവർ പോയി പാർക്കും. അപ്പോൾ ആളുകൾക്ക് അങ്ങനെയുള്ള ഭീതി അകറ്റാനും തെറ്റായിട്ടുള്ള അന്ധവിശ്വാസങ്ങളെ അകറ്റാനും ഉള്ള ഉൾപ്രേരണ നൽകാനായിട്ട് ഇടയായിത്തീർന്നു. വിശുദ്ധ സ്ഥലങ്ങളോ മുഹൂർത്തം നോക്കുക, അങ്ങനെയുള്ള മുഹൂർത്തങ്ങളോ ഉള്ള അങ്ങനെയുള്ള ചിന്താതികളെയൊക്കെ മറികടക്കാനായിട്ട് ഈ മിഷണറിമാരുടെ പ്രവർത്തനം മൂലം ഇടയായി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനി ഒരു കാര്യം, മാരേജ് ആൻഡ് അഡൾട്ട്, അതായത് അഡൾട്ട് സെക്ഷുവൽ ചോയ്സ്, വിവാഹം. പഴയ കാലഘട്ടത്തിൽ ഇവിടുത്തെ വിവാഹം എങ്ങനെയായിരുന്നു? അതായത് പുബേർട്ടി ആകാത്ത, പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളെ ശൈശവവിവാഹം നിലനിന്നിരുന്നു. പിന്നെ അവർക്ക് അതിനകത്ത് യാതൊരു ചോയ്സും ഉണ്ടായിരുന്നില്ല. വിവാഹം കഴിഞ്ഞായിരിക്കും ആരാണ് ഭർത്താവെന്ന് മുഖം കണ്ടിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനത്തെ വ്യവസ്ഥ എങ്ങനെയുണ്ടാവും? ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ കല്യാണം കഴിക്കുക എന്ന ഒരു വ്യവസ്ഥയെക്കുറിച്ച് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. കുഞ്ഞുങ്ങൾ പുബേർട്ടി ആകാത്ത കുഞ്ഞുങ്ങളെ നല്ല പ്രായമായ ആളുകളായിട്ട് വിവാഹം കഴിപ്പിക്കുക, അതൊരു ചോയ്സും ഇല്ല. അപ്പോൾ വിവാഹത്തിന് ഈ ക്രിസ്തീയ സഭകളിൽ അന്ന് ഇവരൊരു കാര്യം നടപ്പിലാക്കി, 18 വയസ്സ് പൂർത്തിയാകാതെ ആരും എന്ത് ചെയ്യത്തില്ല, വിവാഹം ആശീർവദിക്കത്തില്ല. ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമമാണ് ക്രമേണ ഇവിടെ ഒരു വിവാഹത്തിന് ഒരു നിശ്ചിത നിയമം കൊണ്ടുവരാനായിട്ട് ഇടയായിത്തീർന്നത്. മനസ്സിലാക്കണം. മാത്രമല്ല ഒരു ചോയ്സ്, എനിക്കിഷ്ടമുള്ള ഒരാളെ കണ്ടെത്താനായിട്ട്, നമുക്ക് പറ്റിയ ഒരാളെ കണ്ടെത്താനായിട്ട്. മറ്റേതല്ല, ആരെങ്കിലും തീരുമാനിക്കുന്നു, വിവാഹത്തിൻ്റെ വീട്ടിലെത്തി കഴിയുമ്പോഴായിരിക്കും ഇന്ന ആളാണ് എൻ്റെ ഭർത്താവെന്ന് അറിയുന്നത്. ആ സ്ഥിതിയിൽ നിന്ന് ഒരു ചോയ്സ് നടത്താനായിട്ടുള്ള അങ്ങനെ ഒരു മനോഭാവം ഈ ഫാക്ടറികളിലും തൊഴിൽശാലകളിലും ജോലിയെടുക്കുന്ന ആളുകളുടെ ഇടയിൽ വന്നു. ആ സംസ്കാരമാണ് പിന്നീട് മലബാറിൽ, അത് കേരളത്തിലൊക്കെ വ്യാപകമായിട്ട് വരാനായിട്ട് ഇടയായിത്തീർന്നത് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല ഡ്രസ് കോഡ് ആൻഡ് പേഴ്സണൽ ക്ലെൻലിനെസ്. കേരളത്തിലെ പരമ്പരാഗത സമൂഹത്തിൽ കീഴ്ജാതിക്കാർ ജീവിച്ചിരുന്ന അവസ്ഥ പരിതാപകരമായിരുന്നു. നികൃഷ്ടം എന്ന് പറയാവുന്ന അവസ്ഥയിലായിരുന്നു. അവരുടെ ഭവനങ്ങൾ വൃത്തിഹീനമായിരുന്നു എന്ന് മാത്രമല്ല, അവർക്കും വ്യക്തിപരമായ ക്ലെൻലിനെസ് ഉണ്ടായിരുന്നില്ല. ചില വസ്ത്രങ്ങൾ മേൽജാതിക്കാർക്ക് മാത്രമേ ധരിക്കാൻ പാടുള്ളായിരുന്നു. നമുക്കറിയാം, ഈ സ്ത്രീകൾക്ക് മേൽഭാഗം
കവർ ചെയ്യാനേ പാടില്ലായിരുന്നു അല്ലേ? അങ്ങനത്തെ പല സിസ്റ്റം ഉണ്ടായിരുന്നു. മുണ്ട് ധരിക്കാൻ പാടില്ലായിരുന്നു, മേൽമുണ്ട് ധരിക്കാൻ പാടില്ലായിരുന്നു, മീശ വയ്ക്കാൻ പാടില്ലായിരുന്നു. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ സാക്ഷിയുടെ പല ഇതിനകത്തായിട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിവരങ്ങൾ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അതായത് ഡ്രസ് കോഡും അതുപോലെ തന്നെ വ്യക്തിപരമായ ശുചിത്വവും പാലിക്കണം എന്നുള്ള ഒരു അവബോധം നമ്മുടെ ആളുകളിൽ വളർത്താനായിട്ട് ഇവരിലൂടെ ഇടയായി എന്നുള്ളതാണ് സത്യം. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ മലബാറിലെ വളർച്ചയ്ക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ, അതുപോലെ തന്നെ ആശുപത്രികളിലൂടെ, ആതുര സേവന സ്ഥാപനങ്ങളിലൂടെ, അതുപോലെ തന്നെ സംസ്കാരത്തിൽ വരുത്തിയ വമ്പിച്ച കൾച്ചറൽ ചേഞ്ചസ്, സ്വഭാവത്തിൽ വരുത്തിയ വലിയ മാറ്റത്തിൽ മിഷണറിമാർ വഹിച്ച പങ്ക് നിസ്തുല്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വരും തലമുറകൾക്ക് നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് ഒരു അവബോധം നമ്മൾ കേട്ടവർ നമ്മുടെ പള്ളികളിലും നമ്മുടെ കുടുംബത്തിലും, മക്കളെ, നമ്മൾ ആരുടെയും മുമ്പിൽ നാണം കെടേണ്ടവരല്ല. ഇന്ത്യയെ ഇന്ത്യയാക്കിയത്, കേരളത്തെ കേരളമാക്കിയത്, മലബാറിനെ മലബാറാക്കിയത്, എന്നെയും നിങ്ങളെയും നിങ്ങളാക്കിയത്, നമ്മളാക്കിയത് ഈ ബൈബിളാണ്, മിഷണറിമാരുടെ സേവനമാണ്. അതുകൊണ്ട് അവരെ നമുക്ക് ഓർക്കാം. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മിഷണറിമാരുടെ സേവനം ഒരിക്കലും നമ്മൾ മറക്കാനിടയാകരുത്. ഈ പൈതൃകത്തിൻ്റെ പിന്തുടർച്ചക്കാരെന്നുള്ള നിലയിൽ നമ്മുടെ പൈതൃകത്തെക്കുറിച്ചുള്ള വലിയ അവബോധത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതവും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാക്കി ക്രിസ്തീയ സാക്ഷ്യം വഹിപ്പാനായിട്ട് ഈ ചിന്തകളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആർക്കെങ്കിലും ഈ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. തെക്കൻ കേരളത്തിലോട്ട് പോയില്ല, അത് എന്തുകൊണ്ടാണ്? അതും ഇതുമായിട്ട് ബന്ധപ്പെട്ടു പോകുന്ന വിഷയം. ഓക്കെ, നമുക്കറിയാം, ഇപ്പം മലബാറിലെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ 1 മണിക്കൂറിനകത്ത് ഒന്നും ആയില്ല. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മലബാർ നിവാസികളായതുകൊണ്ട് ആണ് ഞാൻ മലബാറിലെ കാര്യം മാത്രം എടുത്തു പറഞ്ഞത്. LMS ചർച്ച് മിഷണറിയും അതുപോലെ തന്നെ 2 മിഷണറി പ്രവർത്തനങ്ങൾ തെക്കൻ തിരുവിതാംകൂറിലും കൊച്ചിയിലുമായിട്ട് നടന്ന ഇതുണ്ട്. അത് ബൃഹത്തായിട്ടുള്ള ഒന്നാണ്. അത് അപ്പോൾ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഒരു ചെറിയ വിഷയമായിട്ട് ചുരുക്കുകയാണ് ഉണ്ടായത്. സുക്കോളച്ചൻ എപ്പോഴും ചരിത്രത്തിൽ എപ്പോഴും ഇപ്പൊ അതിന്റെ ഒരു മെമ്മറി ഇതുണ്ടായിരുന്നല്ലോ. അതെ, അപ്പൊ അതിനെ കുറിച്ച് ഒന്നും പരാമർശിക്കാത്തോണ്ട് ചോദിച്ചു. ഓക്കെ. ഈ ടാഫ്രിൽ അച്ഛന് ശേഷം തുടർന്ന് പിൻഗാമിയായി വന്ന വ്യക്തിയാണ് സുക്കോളച്ചൻ. നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടോ? പരിയാരം മേഖലയിൽ അല്ലേ? പരിയാരം മേഖലയിൽ. അപ്പോൾ സുക്കോളച്ചനും ഇതുപോലെ തന്നെ ധാരാളം ഭവനങ്ങൾ നൽകുകയും അതുപോലെ തന്നെ ഇതേപോലെ സിമിലർ ആയിട്ടുള്ള ഒത്തിരി പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് ഞാൻ എൻ്റെ വിഷയത്തെ ചുരുക്കമായിട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ വേറൊരു സിസ്റ്ററമ്മയുടെ പേരുണ്ട്, ഞാനത് മറന്നുപോയി. ഈ അടുത്ത കാലത്ത് ആണ് സുക്കോളച്ചൻ, അടുത്ത കാലം വരെ അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ പരിയാരം മേഖലയിൽ പോയാൽ നമുക്കറിയാം, അവിടെ ഈ അച്ഛൻ കടന്നില്ലാത്ത ഭവനങ്ങളില്ല. അച്ഛൻ നൽകിയ ധാരാളം വീടുകൾ, ഇതുപോലെ തന്നെ ഒത്തിരി വീടുകൾ ആളുകൾക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ കരകൗശല പണികളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ പല വിവിധ തൊഴിലുകളിലൂടെയൊക്കെ ആളുകളെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചവരാണ് ഇവരൊക്കെ. ആരുണ്ട്? ടൈൽ ഫാക്ടറികൾ നമുക്കറിയാം. പിന്നീട് എന്ത് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ജർമ്മനി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങി ലോകമഹായുദ്ധത്തിൽ. അപ്പോൾ ബേസൽ മിഷൻ സ്വിറ്റ്സർലാൻഡിലാണ് ആരംഭിച്ചെങ്കിലും ജർമ്മൻ മിഷണറി പ്രവർത്തനം എന്നറിയപ്പെട്ടിരുന്നത്. കാരണം ജർമ്മൻകാർ പിന്നെ അത് ഏറ്റെടുത്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ജർമ്മനി ഇവർക്ക് കീഴടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടുത്തെ സ്ഥാപനങ്ങളൊക്കെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുത്തു. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളൊക്കെ നിലച്ചു. അപ്പോൾ അതുകൊണ്ട് പിന്നീട് ഇവിടെ ആളുകൾക്ക് കൈമാറി വന്ന് അത് പല ആളുകളുടെ കൈവശത്തി. അപ്പോൾ CSI ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയാണ് എന്ത് ചെയ്തത്, പിന്നീട് ഇതിൻ്റെ അധികാരം ലഭ്യമായത്.
അങ്ങനെ പല ആളുകളുടെ കൈവശമെത്തി. അങ്ങനെയാണ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ടൈൽ ഫാക്ടറികൾ നിലനിൽക്കുന്നത്. ആ ഒരു ടൈൽ ഫാക്ടറി പൂട്ടി, കോഴിക്കോട് ഒരു സാധനം ഉണ്ടായിരുന്ന പൂട്ടി. അതെ 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 അത് റിവൈവ് ചെയ്യാനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. പലതരത്തിലുള്ള സമരങ്ങളും കാര്യങ്ങളൊക്കെ അതിനോട് ബന്ധിച്ചിട്ട് ഇപ്പം നടക്കുന്നുണ്ട്. അതെ, പ്ലൈവുഡ് പല മേഖലയിലേക്ക് പിന്നീട് കടന്നതാണ്. അതിൻ്റെ പല നിലയിൽ പല മേഖലയിലേക്ക് പിന്നീട്, അതെ, ധാരാളം പറയാനായിട്ടുണ്ട്. പല മേഖലയിലേക്കും, അതായത് ആധുനിക കാലത്ത് ഞാൻ ഈ മിഷണറിമാർ തുടങ്ങിയ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചത്, പിന്നീട് അത് ബൈഫർക്കേറ്റ് ചെയ്തിട്ട് പല ആളുകളിലേക്ക് അത് വ്യാപിച്ചു. അപ്പോൾ അത് പല ആളുകൾ ഏറ്റെടുത്തു. അങ്ങനെയുള്ള കാണുന്ന ആളുകളാണ് ഇന്ന് നമ്മൾ സമൂഹത്തിൽ നമുക്ക് പരിചയമുള്ള ഈ പറഞ്ഞ ആരോൺ തുടങ്ങിയ അങ്ങനെയുള്ള ആളുകളൊക്കെ. മിഷണറിമാരുടെ സേവനങ്ങൾ ഇംഗ്ലീഷ് ഗവൺമെൻറ്, ബ്രിട്ടീഷ് ഗവൺമെൻറ് അത് അവർ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലല്ലോ. അതിനെപ്പറ്റി ഒരു സംസാരിച്ചാൽ കൊള്ളാം. അവർ എതിരല്ലായിരുന്നു, ബ്രിട്ടീഷുകാർക്ക് എതിരല്ല. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. 4 ആരോപണങ്ങളാണ് ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ, മത നേതാക്കന്മാർ ക്രൈസ്തവർക്കെതിരായിട്ട് പറയുന്നു. ഒന്ന്, നിങ്ങൾ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കികളാണ്. ബ്രിട്ടീഷുകാരാണ് ഇവിടെ ക്രിസ്തീയ സുവിശേഷം കൊണ്ടുവന്നത്. 3, നിങ്ങൾ ബ്രിട്ടീഷ് സ്വാതന്ത്ര്യ സമരത്തിന് ക്രിസ്ത്യാനികൾ എതിരായിരുന്നു. ഇതിനെല്ലാം മറുപടി ഒന്ന്, ബ്രിട്ടീഷുകാരെയും സാമ്രാജ്യത്വത്തെയും ക്രൈസ്തവ സേവകരെയും രണ്ടായിട്ട് കണ്ടേ മതിയാവും. സഹോദരനെ ഓർപ്പിച്ചല്ലോ, 1813 വരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നല്ലോ നമ്മളെ ഭരിച്ചിരുന്നത്. 1813 വരെ ഒരൊറ്റ മിഷണറി ഇവിടെ വരാൻ അനുവാദമില്ലായിരുന്നു. അതുകൊണ്ടാണ് 1793 കൽക്കട്ടയിൽ ഇറങ്ങിയ, ഹൂഗ്ലി നദിയിൽ വന്ന കപ്പലിൽ വന്ന വില്യം കേരിയെ അവിടെ ഇറങ്ങാൻ സമ്മതിച്ചില്ല. അവിടെ നിന്ന് 30 കിലോമീറ്റർ അകലെയുള്ള സെറാംപൂരിൽ ഡാനിഷ് മിഷൻ്റെ കീഴിലാണ് അദ്ദേഹം അഭയം നേടിയത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അകത്താക്കാൻ ശ്രമിച്ചു. എന്നിട്ടും തെളിവിങ്ങനെ ആയിരിക്കെ ബ്രിട്ടീഷുകാർ ഒറ്റ ഒരുത്തരെ, ഒരു ക്രിസ്ത്യാനിയും ഒരു ക്രൈസ്തവ മിഷണറിയും വരാൻ അനുവദിച്ചിരുന്നില്ല. ഈ കാര്യം ശശി തരൂരുമാരായിട്ട് ഞാൻ സംസാരിച്ചു. ശശി തരൂർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ബ്രിട്ടീഷ് ഈറ ദ ഇയർ ഓഫ് ഡാർക്ക്നെസ്. അന്ധകാര യുഗമായിരുന്നു ബ്രിട്ടീഷ് ഈറ. ഞാൻ അദ്ദേഹം സംസാരിച്ച് എൻ്റെ വലിയൊരു പുസ്തകമുണ്ട്, ഇതിനേക്കുള്ള ഗവേഷണം നടത്തിയ 800 പേജിൻ്റെ പുസ്തകം. ഞാനത് കൊണ്ട് കൊടുത്തു. ഞാൻ പറഞ്ഞു, അങ്ങ് ഒരു കാര്യം ചെയ്തു, ബ്രിട്ടീഷുകാർ ഇവിടെ നശിപ്പിച്ചെന്നും അതെല്ലാം പറയുന്നു. എനിക്കത് പ്രശ്നമല്ല. എന്നാൽ ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് അവരുടെ അനുവാദമില്ലാതെ നാടെങ്ങും വന്ന് ഭാരതത്തെ നവഭാരതമാക്കിയത് ക്രൈസ്തവ മിഷണറിമാരാണ്. അപ്പോൾ സാർ പറഞ്ഞതാണ്, ചോദിച്ചതാണ് ശരി. ബ്രിട്ടീഷുകാരെയും ക്രൈസ്തവ മിഷണറിമാരെ ഉണ്ടായി കാണുന്നത് നാം ഓർപ്പിച്ചല്ലോ. ഇന്നും ഇന്നലെയും നമ്മൾ തുടങ്ങിയതല്ല. തോമസ് ലീഗ 2000 വർഷമായി ക്രൈസ്തവ മൂല്യങ്ങൾ ഇവിടെയുണ്ട്, ക്രൈസ്തവ സുവിശേഷം ഇവിടെയുണ്ട്, ആധുനിക ചിന്താഗതിയുണ്ട്, ശാസ്ത്രീയമായ മനോഭാവങ്ങൾ നമുക്കിവിടെയുണ്ട്. അതിവിടെ വളർത്തിയതാരാ? ക്രൈസ്തവ മിഷണറിമാർ. അത് നശിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ രണ്ടായിട്ട് നാം കാണണം. എന്നാൽ ഒരു കാര്യം അല്പം ഞാൻ പറയാം, ചില ബ്രിട്ടീഷ് അധികാരികൾ അല്പമായിട്ട് മറ്റു കാര്യങ്ങളോട് യോജിച്ചു, സഹായിച്ചു എന്നേ ഉള്ളൂ. എന്നാൽ പൂർണ്ണമായി രണ്ടായിട്ട് തന്നെ നാം കണ്ടേ മതിയാവൂ.